വ്രജത്തില് ഇന്ദ്രപൂജ ചെയ്യാനായിട്ട് നന്ദഗോപർ ഏർപ്പാടുകളൊക്കെ ചെയ്തു. ഭഗവാൻ അച്ഛനോട് ചെന്ന് ചോദിച്ചു, എന്തിനുള്ള ഏർപ്പാടാണിത്? നന്ദഗോപർ പറഞ്ഞു, നമ്മൾ ദേവന്മാർക്ക് അങ്ങോട്ട് ചെയ്യണം, ദേവന്മാർ നമുക്ക് തിരിച്ച് വൃഷ്ടിയായിട്ടും മറ്റുമൊക്കെ ഇങ്ങോട്ട് തരും. ഇന്ദ്രന്റെ മൂർത്തി രൂപമാണ് മേഘങ്ങൾ, വൃഷ്ടിയായിട്ട് നമുക്ക് തരുന്നത് ഭഗവാൻ ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രന് ആരാധന. അപ്പോ സാധാരണമായി മീമാംസേന സമ്പ്രദായം, மீமாம்சா சம்பிரதாயம் தான் இந்த கர்ம காண்டத்துக்கு முக்கியம். கர்மமே பலனை கொடுக்கும். ஒரு ஈஸ்வரன் இருந்தா கூட கர்ம பலதாதா. கர்ம பலதாதாவா தான் ஈஸ்வரன் இருக்கார். கர்மம் பலனை கொடுக்கும். கர்மத்திலிருந்து அபூர்வங்கிற பலன் ஏற்படும், அதை ஈஸ்வரன் கொடுப்பார். ஆனா இதை எதிர்க்கிறது தான் வேதாந்த மதம். கர்ம கிம் பரம் கர்ம தஜ்ஜடம் கர்த்துஹு ஆக்ஞையா பிராப்யதே பலம். பலன் ஈஸ்வரன் கிட்ட இருந்து தான் வரணுமே தவிர கர்மா ஜடம் தான். கர்மாவால பலனை கொடுக்க முடியாது. அந்த பண்ணக்கூடியவனோட பாவத்துக்கு தான் பலன். இங்க பகவான் இந்திரகர்வ பங்கத்துக்காக இந்த சம்பிரதாயத்தை எடுத்துட்டு நந்தகோபாதிகள் கிட்ட சொல்றார், அப்பா இந்திரனுக்கு ஏன் பூஜை பண்ணணும்? ഇന്ദ്രന് എന്തിനു വേണ്ടി പൂജ? ഈശ്വരൻ ഒരാളുണ്ടെങ്കിലും നമ്മൾ കർമ്മം ചെയ്താലേ ഫലം തരുള്ളൂ. അസ്തി ചേത് ഈശ്വര കശ്ചിത്. അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കർമ്മം ചെയ്താൽ ഫലം തരും. ഒരു ജോലി ചെയ്ത് കൂലി തരുന്ന ആൾക്ക് നമ്മൾ എത്ര തന്നെ ബഹുമാനം കൊടുക്കും? നമ്മൾ ജോലി ചെയ്യുന്നു, അദ്ദേഹം കൂലി തരും. ഇനിയിപ്പോ ആരാധിക്കണമെങ്കിൽ നമുക്ക് പ്രത്യക്ഷ ദേവതകളായ ബ്രാഹ്മണരുണ്ട്, പശുക്കളുണ്ട്, ഈ ഗോവർദ്ധനാദ്രിയുണ്ട്. ഇതിനെയൊക്കെ പൂജിക്കാം. ഭഗവാന്റെ വാക്ക് കേട്ട് ഗർഗപുരോഹിതൻ മുതലായിട്ടുള്ളവരൊക്കെ അത് അനുമോദിച്ചു. ആരാധന ഇന്ദ്രയാഗത്തിനെ നിർത്തി ഗോവർദ്ധനാദ്രിക്ക് പൂജ, പശുക്കൾക്ക് പൂജ, ബ്രാഹ്മണർക്ക് പൂജ എന്നാക്കി. ഇന്ദ്രന് അത്യധികം കോപമുണ്ടായി. തനിക്കുള്ള മഖം യാഗം മുടങ്ങിയതോടുകൂടെ സാക്ഷാത് വിഷ്ണു ഭഗവാനാണെങ്കിലും ശരി, മനുഷ്യനായി അവതരിച്ചാൽ ഞങ്ങൾക്ക് ചവിട്ടലാണ്. എനിക്ക് തരേണ്ട യാഗം മുടക്കി കൃഷ്ണം മർത്യനായി കൃഷ്ണനെ ആശ്രയിച്ച് ഈ ഗോപന്മാർ എന്നെ അപമാനിച്ചു. ഞാൻ എന്റെ ശക്തി കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിഭയങ്കരമായി മഴ പെയ്തു. ഇന്നലെ ഒരു രാത്രി മഴ പെയ്യുമ്പോഴേക്കും എത്ര ബുദ്ധിമുട്ട്. ഒരിടത്ത് ഭാഗവത്ത് പറയുന്നു, മഴ എങ്ങനെയാ പെയ്യ ഇന്ദ്രൻ കോപിച്ചാന്ന് വെച്ചാൽ ധാരാഭിഹി ഹസ്തിഹസ്താഭിഹി, ആനത്തുമ്പിക്കൈ പോലെ മഴവെള്ളം വീഴും അത്ര. അപ്പൊ എങ്ങനെയുണ്ടാവും? അങ്ങനെ ഭയങ്കരമായി 7 ദിവസം രാവും പകലും മഴ പെയ്താൽ എന്തിനു കൊള്ളും? പിന്നെ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. തന്റെ കൈകൊണ്ട് ലീലയായി ഗോവർദ്ധനാദ്രിയെ ഉയർത്തി വിരലുകൊണ്ട് അത് പിടിച്ചുകൊണ്ട് ഗോക്കളെയും ഗോപന്മാരെയൊക്കെ അടിയിലേക്ക് വരാൻ പറഞ്ഞു. എല്ലാവരും നിന്നോളാം. അത് വളരെ ലാഘവത്തോടുകൂടെ അത് ചെയ്തുകൊണ്ട് ഇവരോടൊക്കെ തമാശ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിച്ച് ഈ ദിവ്യമായ ഈ ഈശ്വരത്വം കാണുമ്പോ ഗോപന്മാര് പതുക്കെ നന്ദഗോപരോട് ചോദിക്കാൻ തുടങ്ങി, എന്താ ഗർഗപുരോഹിതൻ ഈ കുട്ടിയുടെ ജാതകം ഗണിച്ച് പറഞ്ഞത്? നാമകരണ സമയത്ത് എന്താണ് പറഞ്ഞത് എന്നൊക്കെ ഇപ്പോഴാണ് അന്വേഷണം. അങ്ങനെ 7 ദിവസം രാവും പകലും മഴ പെയ്ത അവസാനം ഇന്ദ്രന് ഗർവഭംഗമായി. ഭഗവാന്റെ ഈശ്വരത്വം ഇന്ദ്രൻ കണ്ടു. വന്നു വീണ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഹേ പ്രഭു, അവിടുത്തെ ഞാൻ പരീക്ഷിച്ചുവല്ലോ. അഗ്നിയിൽ നിന്നും അർച്ചിസ് എന്നവണ്ണം, അഗ്നിയിൽ നിന്നും സ്ഫുലിംഗങ്ങൾ എന്നവണ്ണം ഞങ്ങളൊക്കെ അവിടുത്തെ മൂലത്തിൽ നിന്ന് പുറപ്പെടുന്നവരാണ്. അഹങ്കാരം മൂത്ത് ഞാൻ അങ്ങയോട് വന്ന് കലഹം കൂട്ടിയല്ലോ. എന്നെ അനുഗ്രഹിക്കണം, എന്റെ അഹങ്കാരം ശമിച്ചു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. വിശുദ്ധസത്വം തവധാമ ശാന്തം തപോമയം ധ്വസ്തരജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേ
അഗ്രഹണാനുബന്ധ. ഭഗവാനെ സ്തുതിച്ച് ഇന്ദ്രൻ നമസ്കരിച്ചു. ഗോലോകത്തിൽ നിന്നും സുരഭി വന്ന് ദിവ്യമായ തൈര് പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. ഗോവിന്ദൻ എന്ന നാമം കൊണ്ട് വിളിച്ചു. ദേവലോകത്തിൽ നിന്നും ഐരാവതത്തിന്റെ കയ്യിൽ കൊണ്ടുവന്ന് സ്വർഗംഗ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. അങ്ങനെ ഗോവിന്ദ പട്ടാഭിഷേകം. ഗോവിന്ദൻ പേருக்கு அர்த்தம் கோக்களையும் கோபர்மாளையும் காப்பாற்றவன் ஒரு அர்த்தம். ஆச்சாரியால் பாஷ்யம் கோபிஹி மகாவாக்கியை வேதவாக்கியை விந்ததே இது கோவிந்தா அப்படின்னு அர்த்தம். மகாவாக்கியத்துக்கு எது பொருளா இருக்கோ அது கோவிந்தன். அதனால்தான் கோவிந்தாஷ்டகம் தொடங்குறதே சத்தியம் ஞானம் அனந்தம். கோஹோன இந்திரியங்கள்னு அர்த்தம் உண்டு. நம்ம 5 இந்திரியங்கள் 5 புலன்களும் கோஹோங்கிற பதத்துக்கு அர்த்தம். சூரிய கிரணத்துக்கு அர்த்தம் உண்டு, வாக்குக்கு அர்த்தம் உண்டு. இந்திரியங்களுக்கெல்லாம் எது பிராபியஸ்தானமா இருக்கோ, எது உள்ள இருந்து கண்ணால பாக்குறதோ, எது உள்ள இருந்து செவியால கேட்கிறதோ, எது உள்ள இருந்து மூக்கால மணக்கிறதோ, நாவால ருச்சிக்கிறதோ, எது துவக்கால ஸ்பர்ஷிக்கிறதோ அதுவே கோவிந்தன். இப்படி கோவிந்த நாம பாஷ்யம் நீங்க பார்த்தீங்கன்னா பாஷ்யத்துல பல விதத்துல அர்த்தத்தை சொல்ற. கலவு கல்மஷதித்தானாம் பாபத்ரவியோபஜீவினாம் விதிக்கிரியா விஹீனானாம் கதிஹி கோவிந்த. அதனாலே ஆச்சாரியால் பஜ கோவிந்தம் பஜ கோவிந்தம் கோவிந்தம் பஜ മൂഢമതേ. കലിയില് ഈ നാമത്തിന് വളരെയധികം പ്രാമുഖ്യം ഉള്ളതുകൊണ്ട് ഗോവിന്ദം ഭജ മൂഢമതേ. അങ്ങനെ ഗോവിന്ദ പട്ടാഭിഷേകം നടന്നു. അടുത്തത് രാസക്രീഡയാണ്. നമ്മളൊക്കെ ജീവിക്കുന്നതിന് കാരണം എന്താ? എന്തോ ഒരു സുഖമുണ്ട്. അല്പം സുഖം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ജീവിതം തന്നെ. രസം, ഏതെങ്കിലും വസ്തുക്കളിൽ രസമുണ്ടോ? ഇപ്പൊ പ്രഭാഷണം രസമായിട്ടുണ്ടോ ഇരിക്കും, ഇല്ലെങ്കിൽ എഴുന്നേറ്റും. ഭക്ഷിക്കുന്ന ഭക്ഷണം രസമായിട്ടുണ്ടോ ഉണ്ണും, ഇല്ലെങ്കിൽ വിട്ടുകളയും. രസത്തിന് വേണ്ടിയാണ് ജീവൻ നിൽക്കുന്നത്. എന്താന്ന് വെച്ചാൽ രസം നമ്മളുടെ സ്വരൂപമാണ്, ഭഗവാന്റെ സ്വരൂപമാണ്. രസോ വൈ സഹം. ഭഗവാന്റെ സ്വരൂപം തന്നെ രസമാണ്, രസം തന്നെ രാസം. നമുക്ക് രസമൊക്കെ ഇവിടെ ലൗകിക വിഷയരസം പോലും എവിടെയാ ഉണ്ടാവണത്? ഒരു പായസം കഴിക്കുമ്പോൾ രുചിയുണ്ട്. രുചി പായസത്തിലാണോ? പായസത്തിലാണെങ്കിൽ ഈ മൈക്കിൽ തേച്ചാൽ മൈക്കിനും മധുരിക്കണം, ഇല്ലല്ലോ. നാവിലാണോ ഉണ്ടാവുന്നത്? എന്നാൽ നാവിലാണോ? നാവ് മുറിച്ച് പായസത്തിലിട്ടാ മധുരിക്കോ? ശരീരത്തിലാണോ? എന്നാൽ ജഡ ശരീരത്തിന് വായിൽ പായസം ഒഴിച്ചു കൊടുത്താൽ രുചിക്കോ? അപ്പൊ രസം എവിടെ ഇരിക്കുന്നു? ഈ ഇന്ദ്രിയങ്ങൾ വേണമെങ്കിൽ പോലും രസം സ്വരൂപത്തിൽ നിന്നാണ് വരുന്നത്, ആത്മാവിൽ നിന്നാണ് രസം വരുന്നത്. രസോ വൈസഹ രസഗൃഹ്യേവായം ലബ്ധ്വാനന്ദീ ഭവതി. രസം അനുഭവിച്ചാൽ ആനന്ദിയായിട്ട് തീരുന്നു. ബ്രഹ്മാനന്ദ രസം. ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ கிட்ட ஒரு ஆலங்காரிக பண்டிதர், சாகித்ய பண்டிதர் வாக்கியார்த்த சதஸ்ல நானும் சேர்ந்துக்கிறேனே கலந்துக்கிறேனே அப்படின்னாரு. கணபதி வாக்கியார்த்த சதஸ். நீங்க எந்த வாக்கியார்த்தனோ முதல்ல சொல்லி விடுறேன் உங்களுக்கு. பண்டிதாலாம் ஒரு விஷயத்தை எடுத்து சம்ஸ்கிருதத்துல அதை பத்தி விசாரம் பண்ணுவா. அதுதான் வாக்கியார்த்தம்னு சொல்றது. சாதாரணமா தர்க்கசாஸ்திரம், நியாய சாகித்யம், வேதாந்தம் இதெல்லாம் வாக்கியார்த்தம் பண்ணுவா. ஆனா சன்னியாசி மடங்கள்ல அலங்கார சாஸ்திரம் எல்லாம் பண்ண மாட்டான். ஏன்னா அலங்கார சாஸ்திரத்துல சிங்காரபரமா இருக்கும், ஸ்திரீகளை வர்ணிக்கிறதா இருக்கும், அப்படியெல்லாம் இருக்கும். சந்திரசேகர பாரதி சுவாமிகள் கிட்ட இந்த பண்டிதர் அலங்கார சாஸ்திரம் தான் எனக்கு தெரியும், உங்க முன்னால வாக்கியார்த்தம் சொல்லணும்னு எனக்கு ரொம்ப ஆசையா இருக்கு, அதனால என்ன நீங்க அனுகிரகம் பண்ணும், நான் அலங்கார சாஸ்திரத்துல வாக்கியார்த்தம் சொல்றேன். சரி, அவர் ஏதோ இவர் ஆசைப்படுறாருங்கிறதுக்கு ஒத்துண்டார். வாக்கியார்த்தம் சொல்ல வந்தவர் சும்மா அவர் ஏதோ வாக்கியார்த்தம் சொன்னா போறோம், அவர் அதுக்கு உபனிஷத்திலிருந்து பிரமாணத்தை எடுத்துட்டு அலங்கார சாஸ்திரத்துல நவரசங்கள் இருக்கு. இந்த நவரசங்களும் ஆத்மாவிலிருந்து தான் வருது. இந்த ரசங்களை அனுபவிச்சால் ஆனந்தம் உண்டாகும் அப்படின்னு ஸ்ருதி சொல்றது. ரசக்ஹேவாயம் லப்த்வானந்தி பவதி அப்படின்னு ஸ்ருதி பிரமாணம். அப்ப சந்திரசேகர பாரதி சுவாமிகள் கேட்டு, ஆமாமா, ரசக்ஹேவாயம் லப்த்வா ஆனந்தி பவதி, அது பிரம்மானந்த ரசமா இருந்தால் ஆனந்தி பவதிங்கிறது ஒத்து வரும்.
நீங்க இந்த அலங்கார சாஸ்திரத்துல சொல்ற ரசமா இருந்தால் கொஞ்சம் பதத்தை அப்புறம் பிரிச்சுண்டு ரசகஹேவாயம் லப்த்வா நந்தி பவதி பசுர் பவதி இத்தியர்த்தா. அந்த விஷயரசமா இருந்ததால் நந்தி பவதி பசுர் பவதி, பசுவா போகும் மிருகம். விஷயரசங்களுக்கு என்ன தோஷம்? ரசம் எல்லாமே ஆத்மாவிலேருந்து தான் வருது. விஷயரசம் மாத்திரம் ஏதோ ஜடத்திலேருந்து வருதுன்னு அர்த்தம் இல்லை. ரசம் வரணும்னா ஸ்வரூபத்திலேருந்து தான் வரணும். ஜட சரீரத்துக்கு ரசம் வராது. ஆனால் விஷயரசம் கொஞ்ச நேரத்துக்கு தான் நிற்கும். அது ஒரு பிரதிபிம்பம், ரிஃப்ளெக்ஷன். ஒரு லட்டு சாப்பிடறது சுகமா இருக்கு. லட்டு ரொம்ப பிடிக்கிறவனா இருந்தா ஒரு லட்டு சாப்பிட சுகமா இருக்கு. 2வது லட்டு சாப்பிடறது கொஞ்சம் பரவாயில்ல. அது கொஞ்சம் கொஞ்சம் அதிகமா போய் 3, 4, 5 அப்படின்னு போக 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 ரசம் போயிடுறது. அப்புறம் கொஞ்சம் போருங்கிற லிமிட்டேஷன் அதுக்கு மேல ஒரு லட்டு கொண்டு போடுறவனை பார்த்தாலே கோபமா இருக்கு. எங்க போச்சு இந்த ரசம்? முதல்ல ரசமா இருந்தது, ருச்சியா இருந்தது, அப்புறம் இந்த ருச்சி போயிடுது. எல்லா விஷய ரசங்களும் இப்படிதான். முதல்ல ரசமா இருக்கும், அப்புறம் அரசமா போயிடும், விரசமா போயிடும். விரசதை வராத ஒரு ரசத்தை கண்டுபிடிக்கணும். எந்த விஷயமா இருந்தாலும் பாருங்க, கொஞ்ச நாளைக்கு அதை அனுபவிச்சுன்னா விரசம் வந்துடும். ஏன்? அதுல மனசு கலந்திருக்கு. மனசு கலந்திருக்கிற ரசம் எல்லாமே விரசம் ஆயிடும். மனசு கொஞ்சமானால் அதை ஜடம் பண்ணிவிடும். மனசம்பர்க்கத்தோட விஷயத்தை அனுபவிக்க மனசு அதை ஜடம் பண்ணிவிடும். மனசம்பர்க்கம் இல்லாம ஒரு ரசம் அனுபவிக்கிறோம்னா அது எத்தனை நாளைக்கு அனுபவிச்சாலும் அது பூர்ணமா இருக்கும். உதாரணத்துக்கு தூக்கத்துல ஏற்படுற ரசம். எத்தனை காலமா தூங்குறோம் இல்லையா? யாருக்காவது தூக்கம் போர் அடிக்கிறதா? போர் அடிச்சா தூங்குவோம், தவிர தூக்கம் போர் அடிக்கல. கொஞ்சம் போர் அடிச்சதுன்னா தூங்குவோம். விரசம் வந்துடுத்துனா தூங்குவோம். தூக்கத்துல என்ன ஆறுது? ஏதோ ஒரு ரசம். ஆனா அந்த ரசம் போதபூர்வம் இல்லை, மனசு இல்லாம அனுபவிக்கிறது. அதனால்தான் இப்போ விப்ரபத்னிகள் மோட்சத்துல அதை எக்ஸாம்பிளா எடுத்துனார் சுகாச்சாரியா. பிராஜ்யம் யதா அபிமதையா. பிராஜ்யனை போய் அபிமான விற்த்திகள் ஆலிங்கனம் பண்ணிக்கிறத ஏற்படுற ரசம் இருக்கே, அந்த ரசத்துல மனசம்பர்க்கம் இல்லை. ஆனா பகவத் ஆனந்த ரசம்ங்கிறது, பகவான அனுபவிக்கிற ரசம்ங்கிறது ஜீவன் முக்தால் அனுபவிக்கக்கூடிய ரசம் எப்பவுமே ஒரே நிலையில இருக்கிற ரசம். ஒரு எக்ஸாம்பிள் கூட சொல்லிவிடுறேன். அகங்காரம் இல்லாம ஏற்படுற அனுபவம், விஷய அனுபவத்துல அகங்காரம் பிரபலம். நம்ம காஞ்சி பரமாச்சாரியால் ஒரு சமையல்காரர்கிட்ட கேட்டார், குழம்புக்கும் ரசத்துக்கும் என்ன வித்தியாசம்? அவர் என்ன சொன்னார், தமிழ்ல குழம்புக்கு நம்ம என்ன சொல்றோம், மலையாளத்துல கஷ்ணம்னு வரையலோ, தமிழ்ல தான்னு வரையும். ഒരു ഊട്ടുവരയില് ഒരു പരദേശി ബ്രാഹ്മണൻ ഊണ് കഴിക്കാനിരിക്കണു, നമ്പൂരി വിളമ്പണം. അപ്പൊ ഈ ബ്രാഹ്മണൻ പറഞ്ഞു താൻ വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം ദേഷ്യപ്പെട്ടു, ഞാൻ 30 വർഷമായി ഇവിടെ വിളമ്പണം, നല്ല നമ്പൂരിയാണ്, ഇതുവരെ ആരും താൻ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. താൻங்கிறதுக்கு நீங்கிற அர்த்தம் மலையாளத்துல, நான்கிற அர்த்தம் உண்டு. தானென்னு உரைக்குமளவு ஆனந்தமெந்து ஹரி நாராயணாயனம். பரமாச்சாரியால் கொடுத்த வியாக்கியானம், குழம்புல தான் இருக்கு, அகங்காரம் இருக்குன்னு அர்த்தம். அதனால்தான் குழம்பின்றே இருக்கு, கன்ஃபியூஷன். அந்த தான் போயிடுத்துனா ரசம், அந்த அகங்காரம் போயிடுத்துனா ரசம் தான். அகங்காரம் இல்லாம ஏற்படுற அனுபவம் ரசம். அதனாலதான் ராசக்கிரீடைக்கு முதல்ல பக்குவம் பண்றதுக்கு வஸ்திராட்சேபம். வஸ்திரத்தை எல்லாம் எடுத்து 5 வஸ்திரம் போட்டு இருக்கணும். அன்னமயம், பிராணமயம், மனோமயம், விஞ்ஞானமயம், ஆனந்தமயம். அது அந்த 5 வஸ்திரத்துக்கு மேலதான் இந்த வஸ்திரம் எல்லாம், அதுக்கு மேலதான் இந்த ட்ரெஸ் எல்லாம். அபிமானத்தை முதல்ல களைஞ்சு நீக்கம் பண்ணி மானத்தை அழித்து, அபிமானம் இல்லாது மானம் கொண்டு உருபவர் மானத்தை அழித்து அபிமானம் இல்லாதொளிர் அருணாச்சலம். மானம் கொண்டு உருபவர், இந்த மானம் உள்ள இருந்துட்டு நமக்கும் பகவானுக்கும் ஒரே தடசம் இந்த மானம் தான், அகங்காரம் தான், அபிமானம் தான். அந்த அகங்காரம் இருக்கிற வரை இந்த ஜீவன் பகவானால ஆகர்ஷிக்கப்படாது. ரெண்டும் ஒரே வஸ்து. மமைவாம்சோ ஜீவலோகே ஜீவபூத சனாதனா. ஆனா அந்த கண்ணனோட குழல் விழி, அந்த வேணுகானம் கேட்கறதுக்கு ஏன் நம்மளால முடிய மாட்டேங்கிறதுன்னா, மானம் கொண்டு உருபவர். அகங்காரம் பிரபலமா நம்மளை ஜடமா பண்ணி விடுறது, ஜடவஸ்துக்கள்ல ஈடுபட வச்சு விடுறது. மானத்தை அழித்து அபிமானம் இல்லாது ஒளிர் அருணாச்சலம். அந்த மானம் அழிச்சுட்டா, மானம் போயிடுத்தானா, அகங்காரம் போயிடுத்தானா,
அபிமானம் போயிடுத்தானா நேச்சுரலாவே இந்த ஜீவன் பகவானால ஆகர்ஷிக்கப்படும். அப்பதான் கோபிகைகள் ஆக முடியும். அந்த கோபிகா பாவம் அப்பதான் வரும். அப்பதான் கிருஷ்ணனோட அலௌகிக சௌந்தரியத்தை பார்க்க முடியும். அலங்காரிகளோட ரசத்தை எல்லாம் விட பிரபலமான ரசம் ஸ்ரீ வைஷ்ணவ சம்பிரதாயத்துல சொல்லுவா. பகவான் இந்த ஜீவன் கிட்ட வச்சுருக்கிற சம்பந்தம் எப்படி தெரியும்னா, பகவானோட சௌந்தர்யம், வீரியம், தேஜஸ், சக்தி, நிர்குண ரசங்கள். அவெல்லாம் சச்சிதானந்தம்ங்கிறதுக்கு லட்சணம் சொல்லுவா அத்வைதிகள், விசிஷ்டாத்வைதிகள் சொல்லுவா. அதுவே பகவானோட ஸ்வரூப லட்சணம் இல்லை, பகவானுடைய குணங்கள், கல்யாண குணங்கள்னு சொல்லுவா. பகவான் கிட்ட இருக்கிற அலௌகிக ரசம் இந்த ஜீவனை ஆகர்ஷிக்கும். அந்த அலௌகிக ரசங்கள் ஆகர்ஷிக்கணுமானா இந்த ஜீவன் சுத்தமாகணும். அந்த அலௌகிக ரசங்களோட அந்த ஆகர்ஷண வலயத்துக்குள்ள இந்த ஜீவன் மாட்டிக்கணுமானாலே இந்த ஜீவன் சுத்தமாகணும். கோபஸ்திரிகளை பகவான் முதல்லயே பக்குவப்படுத்தி, முதல்ல இந்த ஜீவன் என்ன பண்றது, எனக்கு பகவான வேணும்னு வரிச்சுக்கிறது. வரணும். ருக்மிணி தேவி வரிச்சுக்கிறத பார்க்கிறோம். வரணும். ജീവൻ ഭഗവാനെ വേണം എന്നുള്ള വരിക്കലാണ് കാത്യായനി വ്രതം. ഭഗവാൻ ഈ ജീവന്റെ അഭിമാനത്തിനെ കളയലാണ് ഈ വസ്ത്രാക്ഷേപം. ഭഗവാൻ അവർക്ക് വാക്കുകൊടുത്തു, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും. ഭഗവാനപിതാരാത്രീ ശരദോത്പുല്ലമല്ലികാഃ വീക്ഷ്യരന്തും മനഃശക്രേ യോഗമായാം ഉപാശ്രിതഃ തദോടുരാജകകുഭക്കരൈർമുഖം പ്രാച്യാവിലിംബൻ അരുണേന ശന്തമൈഃ സചക്ഷണീനാം ഉദഗാംശുജോ മൃജൻ പ്രിയഃ പ്രിയായ ഇവ ദീർഘദർശനഃ ദൃഷ്ട്വാ കുമുദ്വന്ദ്വം അഖണ്ഡമണ്ഡലം രമാനനാഭം നവകുങ്കുമാരുണം വനം ച തത്കോമള ഗോപിരഞ്ജിതം ജഗൗ കളം 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 വാമദൃശാം മനോഹരം. ഭഗവാനഭിതാരാത്രീ ശരദോത്ഫുല്ലമല്ലികാഃ. ശരത്കാലത്തിലെ ആ പൗർണമി, രാസപൗർണമി ദിവസം പൂർണ്ണചന്ദ്രൻ ആകാശത്തിൽ തെളിഞ്ഞു പ്രകാശിച്ച് വെള്ളിപ്പരവതാനി വിരിച്ച പോലെ യമുനാ പുളിനങ്ങൾ മുഴുവൻ പ്രകാശമാനമായി തീർന്നു. ഭഗവാന്റെ വേണുഗാനം ശ്രവിച്ചു തുടങ്ങി. ജഗൗ കളം വാമദൃശാം മനോഹരം. അഖണ്ഡാനന്ദസ്വാമി വ്യാഖ്യാനം ക്ലീം എന്ന ബീജാക്ഷരമേ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ശുകബ്രഹ്മ മഹർഷി ജഗൗ കളം 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 വാമദൃശാം മനോഹരം. ഗോപസ്ത്രീകളുടെ മനസ്സിനെ ഹരിക്കുന്നതായിട്ടുള്ള വേണുഗാന ശ്രവണം. നിശമ്യഗീതം തദനംഗവർദ്ധനം. അനങ്കൻ എന്ന് വെച്ചാൽ കാമദേവൻ അർത്ഥം. സാധാരണ ആധ്യാത്മികമായ അർത്ഥം എന്താ? ഭഗവത് ആകർഷണത്തിൽപ്പെട്ടാൽ ശരീരം മറന്നുപോകും, അംഗം ഇല്ലായ്മ അനുഭവപ്പെട്ടു തുടങ്ങും, ദേഹം ഇല്ലായ്മ അനുഭവപ്പെട്ടു തുടങ്ങും, ദേഹത്തിനെ മറന്നു തുടങ്ങും. നിശമ്യഗീതം തദനംഗവർദ്ധനം. വ്രജസ്ത്രിയഃ கிருஷ்ணகிரஹீதமானசாः. கிருஷ்ணன் நம்மளை பிடிச்சுக்கிறதுக்கும் நம்ம கிருஷ்ணனை பிடிச்சுக்கிறதுக்கும் ரொம்ப வித்தியாசம் இருக்கு. நம்ம பகவானை பிடிச்சுக்கிறதுங்கிறது மர்க்கட கிஷோரனாயும் விடாம பிடிச்சுக்கணும். ஜபம் பண்றேன், அனுஷ்டானம் பண்றேன், தியானம் பண்றேன். നമ്മൾ ഭഗവാനെ പിടിക്കുന്നത് ആദ്യപടി. ഭഗവാൻ നമ്മളെ പിടിക്കുമ്പോഴാണ് ഈ വേണുഗാന ശ്രവണം. വേണുഗാനം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അരബിന്ദോ ഒരിടത്ത് പറയുന്നു, ഹീസ് ഓൾവേസ് പ്ലേയിങ് ഹിസ് ഫ്ലൂട്ട് ബട്ട് വി ഹാവ് പുട്ട് ഓഫ് ദ റിസീവർ. ഭഗവാന്റെ വേണുഗാനം എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നമ്മൾ റിസീവർ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണെന്നാണ്. കേൾക്കാൻ വയ്യ. എപ്പോ ശ്രവണം ചെയ്യും? ആ വേണുഗാനത്തിനെ തന്നെ മഹാത്മാക്കൾ പല ഭാവത്തിലും കാണുന്നു. ശബ്ദബ്രഹ്മമാണത്. ആ ശബ്ദബ്രഹ്മം എപ്പോഴും ഉണ്ട്. പ്രപഞ്ചത്തിന് തന്നെ മൂലകാരണമാണത്. നമ്മളുടെ മനസ്സ് തന്നെ ശബ്ദായമാനമാണ്, ധ്വന്യാത്മകമാണ്. ഈ മനസ്സ് അടങ്ങുന്ന സ്ഥലത്ത്, നിശ്ചലമാവുന്ന സ്ഥലത്ത് ഭഗവാന്റെ വേണുഗാന ശ്രവണം ഉണ്ടാകും. ഗോപസ്ത്രീകൾക്ക് വേണുഗാനം ശ്രവിച്ചു. ഒരിക്കൽ സൂർദാസ് കണ്ണ് രണ്ടും കാണില്ല അദ്ദേഹത്തിന്. രാമസങ്കീർത്തനം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ ആർക്കും വേണ്ടാത്ത കുട്ടി, അനേകം കുട്ടികളുണ്ട്, അവസാനത്തെ കുട്ടിയാണ്, കണ്ണു കാണാത്ത കുരുടൻ. വീട്ടില് ദാരിദ്ര്യം. ഒരു ദിവസം
വളരെ വിഷമത്തോടെ വീട്ടിലിരിക്കുമ്പോ തെരുവിലൂടെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടു. അവരുടെ കൂടെ പോയി. അവരുടെ കൂടെ ചെന്ന് കുറച്ചൊക്കെ സങ്കീർത്തനാദികളൊക്കെ പഠിച്ചു. പൂർവ്വവാസന ഉണർന്നു. സ്വയമേവ പാടാൻ തുടങ്ങി ഭഗവാനെക്കുറിച്ച്. ഒരിടത്ത് ചെന്നിരുന്ന് കുറെ ശിഷ്യന്മാരൊക്കെ കൂടി അദ്ദേഹത്തിനൊരു ആശ്രമമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ശുശ്രൂഷ ചെയ്യാനായിട്ട് ധാരാളം ആളുകളായി. കുറച്ചു ദിവസം സുഖമായിട്ട് ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഭഗവാന്റെ വേണുഗാന ശ്രവണം ചെയ്തു. വേണുഗാനം കേട്ടു. വേണുഗാനം കേട്ടതോടുകൂടെ പരമവിരക്തനായി രാത്രി സമയം തന്നെ ആ വേണുഗാനം കേട്ടുകൊണ്ട് ഇരിക്കുന്ന കുടീരത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. എങ്ങോട്ടൊന്നില്ലാത്ത യാത്ര. അങ്ങനെയാണ് ശ്രീനാഥ്ജി വരെ വരുന്നത്. യാത്ര ചെയ്തു. പല ഭക്തന്മാർക്കും മീരാബായി ചരിത്രത്തിലും അനേക സ്ഥലത്തിൽ ഭഗവാന്റെ വേണുഗാന ശ്രവണം, അവരുടെ ഭാവത്തിന് വേണുഗാന ശ്രവണം. ചില ഭക്തന്മാർക്ക് വേറെ എന്തെങ്കിലും ഭാവം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഇത്രയേ അതിനർത്ഥമുള്ളൂ. ഭഗവാന്റെ വിളി, ആകർഷണം. കാന്തം ഇരുമ്പിനെ ആകർഷിക്കണ പോലെ ജീവനെ ഈശ്വരൻ ആകർഷിക്കണം. ആ വേണുഗാനം ശ്രവിച്ചതോടുകൂടെ ബാക്കിയൊക്കെ മറന്നുപോയി അവര്. പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പാലും പാത്രവും ഒക്കെ ചുവട്ടിലിട്ടു ഓടി വന്നു. ഭർത്താവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവൾ അവിടെ തന്നെ എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെട്ടു. കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നവൾ കുഞ്ഞിനെ അവിടെ ആക്കി. അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നവർ മൂക്കിലിടേണ്ട ആഭരണം ചെവിയിലിട്ടു, ചെവിയിലിടേണ്ട ആവണം മൂക്കിലിട്ടു, കഴുത്തിലിടേണ്ട മാല ഇടുപ്പിൽ കെട്ടി, ഇടുപ്പിൽ ഉടുക്കേണ്ട വസ്ത്രം മേലയിട്ടു. ദേഹാഭിമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ? എത്ര നേരം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കും? എത്ര അലങ്കാരം ചെയ്യും? ഒക്കെ മറന്നു. എങ്ങനെയാ വസ്ത്രം ഉടുക്കണതെന്ന് മറന്നു. വസ്ത്രത്തിനെ കുറിച്ചുള്ള ചിന്തയില്ല. സർവവും മറന്നു. അങ്ങനെയാണ് ഭഗവാന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ചിലരെയൊന്നും പോവരുത് എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താക്കന്മാർ വീട്ടിൽ തടസ്സം ചെയ്ത് നിർത്തി. അവർ കൂടുതൽ ഭാഗ്യവതികളായി. ദുസ്സഹ പ്രേഷ്ഠവിരഹ തീവ്രതാപധുതാശുഭാഹ ധ്യാനപ്രാപ്ത അച്യുതാശ്ലേഷ നിർവൃത്യാം ക്ഷീണമംഗളാഹ തമേവ പരമാത്മാനം ജാരബുദ്ധ്യാപി സംഗതാഹ ജഹുർഗുണമയം ദേഹം സദ്യഃ പ്രക്ഷീണബന്ധനാഹ. സഹിക്കവയ്യാത്ത തീവ്ര വിരഹതാപം, ഭഗവാനെ വിട്ടു പിരിഞ്ഞ വിരഹം. അജാതപക്ഷായിവ മാതരം ഖഗാഹ. പോവാമയ്യ. ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ കൂട്ടിലകപ്പെട്ട പോലെ ആയി. അവിടെ തന്നെ സഹിക്കവയ്യാത്ത വിരഹം കൊണ്ട് തപിച്ചു, വിഷമിച്ചു. ആ ദുഃഖം ഉണ്ടാകുമ്പോൾ നമ്മളുടെ പാപവാസനയൊക്കെ ക്ഷയിക്കും. സുഖം ഉണ്ടാവുമ്പോൾ പുണ്യവും ക്ഷയിക്കും. ഭഗവാനെ ഹൃദയത്തിലെടുത്ത് ആലിംഗനം ചെയ്തു സുഖം അനുഭവിച്ചു. അതുകൊണ്ട് ശുഭവാസനയും അങ്ങോട്ട് അവസാനിച്ചു കിട്ടും. ശുഭവും അശുഭവും വിട്ടുപോയാൽ രണ്ടും നമ്മളെ കെട്ടിയിടുന്ന ചങ്ങലയാണ്. പുണ്യം ഇരുമ്പ് ചങ്ങല, പാപം സ്വർണ്ണ ചങ്ങല. ഇരുമ്പ് ചങ്ങല വേണമെങ്കിൽ നമ്മൾ അഴിച്ചു കളയും, സ്വർണ്ണ ചങ്ങല ഇരുന്നോട്ടെ എന്ന് വയ്ക്കും. ഇരുമ്പിനേക്കാളും ബലമായി ബന്ധിക്കും. രണ്ടും ഇവർക്ക് വിട്ടുപോയതോടുകൂടെ ജാരബുദ്ധ്യാപി സംഗതാഹ. ഭഗവാനെ ജാരനായി കരുതിക്കൊണ്ട് ഹൃദയത്തിൽ സംഗമിച്ചും സൂക്ഷ്മ ശരീരം അവരെ വിട്ടുപോയി. അവർ ജീവൻ മുക്തകളായി എന്നോ വിദേഹമുക്തകളായി എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അവർക്ക് ഭഗവത് പ്രാപ്തി അവിടെ തന്നെ ഉണ്ടായി. കുറെ ഗോപസ്ത്രീകൾ ഭഗവാന്റെ മുമ്പിൽ രാത്രി സമയം വന്ന് നിൽക്കണു. ഭഗവാൻ ചോദിച്ചു, എന്തിനാപ്പ വന്നത്? പതിശുശ്രൂഷണം. പതിശുശ്രൂഷയാണല്ലോ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ധർമ്മം. അതൊക്കെ ഉപേക്ഷിച്ച് ഈ അർദ്ധരാത്രി സമയത്ത് നിങ്ങളിവിടെ വന്ന് നിൽക്കണമല്ലോ. നിങ്ങൾ തിരിച്ചു ചെല്ലാൻ പതിയെ ഭക്തിയോടുകൂടെ ശുശ്രൂഷിക്കുക. അത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഗോപികകൾ പറഞ്ഞു, ഭഗവാനെ ഈ ഉപദേശമൊക്കെ അങ്ങയുടെ കയ്യിൽ തന്നെ വെച്ചോളാം. ഞങ്ങളെ വിളിക്കുകയും ചെയ്ത് ആകർഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുകയും ചെയ്തിട്ട് ഇപ്പൊ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഇതെന്താ അർത്ഥം? ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നു. ഇപ്പോ ഉഭയഭ്രഷ്ടരായിട്ട് തീരും. ഞങ്ങൾക്ക് ലോകവുമില്ല അവിടുന്നും ഇല്ല എന്നുള്ളതായാൽ എന്നെ അഴിത്തിപ്പോതെന്നെ കലവാവിടിൽ ഇതുവോ ആൺമൈ അരുണാചലാം. ரமண பகவான் கேட்கிறார் அக்ஷரமண மாலை, என்னை அழித்து ஒரு பொம்மநாட்டி ஒரு பொண்ணை வீட்டிலேருந்து இழுத்துன்னு உன்னை விவாகம் பண்றேன்னு இழுத்துன்னு அப்புறம் தெருவில் விட்டா எப்படி இருக்கும், அந்த மாதிரி என் கதி. என்னை அழித்திப்போதனை கலவாவிடில் இதுவோ ஆண்மை அருணாச்சலா. கோபஸ்திரிகளும் பகவான் கிட்ட அதுதான் கேட்கிறா. மைவம் விபோர்கதி பவான் கதிதும் நிருஷம்சம் சந்தியஜ்ய சர்வ விஷயான் தவ பாதமூலம் பக்தா பஜஸ்வ ദുരവഗ്രഹമാത്യജാസ്മാൻ ദൈവോ യഥാതി പുരുഷോ ഭജതേ മുമുക്ഷൂന്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് അവിടുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. സന്ത്യജ്യ സർവവിഷയാന്, എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളിതാ മുമ്പിൽ വന്ന് നിൽക്കുന്നു.
അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് ഇപ്പൊ പതി ധർമ്മം, പുത്രനെ നോക്കണ ധർമ്മം, ഇതൊക്കെ പറയണത്. ഈ ഉപദേശമൊക്കെ അവിടുന്ന് വെച്ചോളൂ. അസ്ത്വേവം ഏതത് ഉപദേശപദേ ദ്വൈശേ പ്രേഷ്ഠോ ഭവാൻ തനുഭൃതാം ഖലു കില ബന്ധു ആത്മാ. ഉപനിഷത്ത് അങ്ങേക്ക് സമ്മതമാണല്ലോ, ഞങ്ങൾക്കും കുറച്ചതൊക്കെ അറിയാം. ശ്രുതി അങ്ങേക്ക് സമ്മതമാണല്ലോ. ശ്രുതി എന്തു പറയണു? ന പത്യുഹു കാമായ പതിഹി പ്രിയോ ഭവതി, ആത്മനസ്തു കാമായ പതിഹി പ്രിയോ ഭവതി എന്നാണല്ലോ. ഭർത്താവിന് വേണ്ടിയല്ല ഭർത്താവ് പ്രിയങ്കരനാവണത്, ആത്മാവിന് വേണ്ടിയാണ്. ഭാര്യയ്ക്ക് വേണ്ടിയല്ല ഭാര്യ പ്രിയങ്കരയാവണത്, ആത്മാവിന് വേണ്ടിയാണ്. ഒരു ഭർത്താവ് എവിടെയോ യാത്ര പോയി, അപ്പൊ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞതാണ്. ഭാര്യ പറഞ്ഞു, അങ്ങേ ഞാൻ എങ്ങനെ പിരിഞ്ഞിരിക്കും? ഭർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ ഫോട്ടോ തരാം, എനിക്ക് ചെയ്യണതൊക്കെ ഇതിന് ചെയ്തോളാം. ഒരു തൽക്കാല ആശ്വാസം. രാവിലെ എണീറ്റാൽ ആ ഫോട്ടോവിന് കാഫി കൊണ്ടുവന്ന് കൊടുക്കും, ഫോട്ടോവിന് ഷർട്ടൊക്കെ അലക്കി കൊടുക്കും, ഫോട്ടോവിന് ഭക്ഷണം കൊടുക്കും, കിടക്കുമ്പോൾ ഫോട്ടോവിനെ അടുത്ത് കിടത്തും. ഇങ്ങനെ കുറച്ച് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒഫീഷ്യൽ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്ന് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോ ജനൽ തുറന്നു നോക്കി ഭർത്താവാണ്. ഞാൻ ഫോട്ടോവിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടെ നിൽക്കൂന്ന് പറയോ? പതിയെ ദൈവമായിട്ട് കരുതണം, അമ്മയെ ദൈവമായിട്ട് കരുതണം, അച്ഛനെ ദൈവമായിട്ട് കരുതണം എന്നൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ ഭഗവാനെ പ്രാപിക്കാൻ ഇവരൊക്കെ ഒരു വിഗ്രഹം. എത്രയോ ജന്മത്തിൽ എത്രയോ പതിയുണ്ട്, എത്രയോ പത്നിയുണ്ട്, എത്രയോ കുട്ടികളുണ്ട്. ഓരോ ജന്മത്തിൽ ഇവരെയൊക്കെ ആരാധിച്ചുകൊണ്ട് പതിയായിട്ടും പത്നിയായിട്ടും ആരാധിച്ചുകൊണ്ടിരുന്ന എവിടെ വിമുക്തി? എല്ലാ ജന്മത്തിലും ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, ബന്ധുക്കളുണ്ട്. ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എപ്പോ വിമുക്തനാവും? അപ്പൊ ഇവരെയൊക്കെ ആരാധിക്കണമെന്ന് പറയണത് എന്തിനാ? അവരൊക്കെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടല്ലോ, നല്ല വിഗ്രഹമായിട്ട് യൂസ് ചെയ്യാം, പ്രയോജനപ്പെടുത്താം. അപ്പൊ അവർക്ക് സന്തോഷമാവും, നമുക്ക് സന്തോഷമാവും, നമ്മൾ തമ്മിലുള്ള ബന്ധം അശുദ്ധമാവില്ല. അത് ഭഗവത് പ്രാപ്തിക്ക് ഒരു മാർഗമാവും. നമ്മളെ സംസാരത്തിൽ തള്ളുന്നതിന് പകരം വിമുക്തിക്ക് കാരണമാവും. ഭർത്താവ് ദൈവമാണ് എന്നൊരു പത്നി കരുതുകയാണെങ്കിൽ ആ ഭർത്താവ് ഇവൾക്ക് ദൈവമായി പ്രകാശിച്ച് ആ ഭർത്താവിന്റെ വ്യക്തിത്വം മുമ്പിൽ ഇല്ലെങ്കിൽ പോലും ദൈവത്വം, ഈശ്വരത്വം ഉള്ളിൽ ഉണ്ടാവും. ഒരു ഭാര്യയെ, എങ്ങനെയുള്ള ഭാര്യ വേണം? ദേവി മഹാത്മ്യത്തിൽ അതിനൊരു പ്രാർത്ഥനയുണ്ട്. പത്നീം മനോരമാം ദേഹി മനോവൃത്താനുസാരിണീം താരിണീം ദുർഗ സംസാരസാഗരസ്യ കുലോദ്ഭവാം. സംസാരസാഗരത്തിൽ എന്നെ തരണം ചെയ്യിപ്പിക്കുന്നവളായിരിക്കണം, കൊടുക്കുന്നവളായിരിക്കരുതെന്ന്. അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഭഗവത് പ്രാപ്തിക്ക് ഉതകുമെങ്കിൽ നിൽക്കട്ടെ, അല്ലെങ്കിൽ മാറ്റി നിർത്തും. സഹായമാവുകയാണെങ്കിൽ എന്തും സ്വീകരിച്ചോളാ. അതിവേഗത്തിൽ ഒരു യാത്രയ്ക്ക് പോകുന്നു, നമ്മളുടെ കൂടെ ആരൊക്കെ വരുന്നു ഒക്കെ കയറ്റിയിരുത്തുക. കൂടെ വരാൻ കഴിയില്ലേ, സ്റ്റേഷനിൽ നിന്നോളൂ, ഞങ്ങൾ പോവാണ്. കൂടെ വരികയാണെങ്കിലോ യുധിഷ്ഠിരൻ കൂട്ടിക്കൊണ്ടുപോയ പോലെ നായാണെങ്കിലും വരട്ടെ. കൂടെ വരണില്ല, വീഴുകയാണോ അനുജന്മാരാണെങ്കിലും വീണുപോട്ടെ എന്നാണ്. ഈ സ്വാതന്ത്ര്യഭാവം ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നാലേ ഭഗവത് പ്രാപ്തിയാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും. ഒരു കഥയുണ്ട്, രാമതീർത്ഥസ്വാമി പറയുന്ന ഒരു കഥ. ഒരു രാജകുമാരി, അവളെ വിവാഹം കഴിക്കണമെങ്കിൽ കുതിരപ്പന്തയത്തിൽ അവളെ തോൽപ്പിക്കണം, എന്നാലേ വിവാഹം കഴിക്കാൻ പറ്റൂ. പക്ഷെ അവളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, അവൾക്ക് അങ്ങനെ ഒരു വരമാണ്. അത്ര വേഗത്തിൽ കുതിര ഓടിക്കും. പല രാജാക്കന്മാരും ശ്രമിച്ചു, എല്ലാവരും പരാജയപ്പെട്ടു. അവസാനം ഒരു രാജകുമാരൻ, ആ രാജകുമാരനൊരു വഴി പറഞ്ഞു കൊടുത്തു. അവൻ ധാരാളം കെട്ടി സ്വർണം കയ്യിലെടുത്തു. എന്നിട്ട് പോകുന്ന വഴിയിലൊക്കെ ഓരോ കെട്ടിയിടും. അപ്പൊ ഇവൾ കുതിരയെപ്പുറത്ത് പുറകെ മുമ്പിൽ വളരെ വേഗത്തിൽ പോകുമ്പോ ഈ സ്വർണ്ണക്കട്ട കാണുമ്പോ അവൾ നിന്ന് ഇറങ്ങി അതെടുക്കും. അപ്പോഴേക്കും ഇയാൾ മുമ്പിൽ പോകും. ഇങ്ങനെ കുറെ സ്വർണ്ണക്കട്ടി എടുത്തു കഴിയുമ്പോഴേക്കും ഇവളുടെ കുതിരയിൽ മുഴുവൻ വെയിറ്റായി, ഓടാനും വയ്യ. രാജകുമാരൻ ലക്ഷ്യത്തിലെത്തി. ഇതേപോലെയാണ് നമ്മൾ ഈ പകുതി വഴിയിൽ ഓരോന്നും പെറുക്കാൻ നിന്നാൽ ലക്ഷ്യത്തിലെത്തില്ല. മാത്രമല്ല പെറുക്കി പെറുക്കി ഘനവും കൂടും, വെയിറ്റും കൂടും, എത്തുവേ ഇല്ല. അപ്പൊ എവിടെ എത്തും, എങ്ങനെ എത്തും? അപ്പോ ഗോപികകൾ പറയണത്, ഭഗവാനെ, ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും അങ്ങേ പ്രാപിക്കാനാണ്. അങ്ങ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ എന്ത് ബന്ധം? ഇതെന്തിനു പ്രയോജനപ്പെടും? എപ്പോ മരിച്ചു പോകുമോ അറിയില്ല. ഇവിടെ എന്തൊക്കെയോ ഒരു അശാശ്വതമായ ബന്ധങ്ങൾ കുറച്ച് ദിവസത്തേക്കുണ്ട്. ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് മലയമാരുതൻ വീശുമ്പോ വേപ്പ് മുതലായിട്ടുള്ള മരങ്ങളടക്കം ചന്ദനമായിട്ട് മാറും. അവിടുന്ന് മുമ്പിൽ വന്ന് നിൽക്കുന്നു, ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു. ഈ സന്ദർഭത്തിനെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഗതി എന്താവും? അതുകൊണ്ട്
തള്ളിക്കളയരുത്. മുമുക്ഷുക്കൾ സദ്ഗുരുവിനെ ശരണാഗതി ചെയ്യുന്ന പോലെ ഞങ്ങളിതാ അവിടത്തേക്ക് ശരണാഗതി ചെയ്തിരിക്കും. എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളിതാ വന്നിരിക്കുന്നു. തന്ന പ്രസീത വൃജിനാർദ്ദന തെങ്ക്രിമൂലം പ്രാപ്ത വിസൃജ്യ വസതീസ്ത്വദുപാസനാശാഃ ത്വത്സുന്ദരീ സുന്ദരസ്മിത നിരീക്ഷണ തീവ്ര കാമതപ്താത്മനാം പുരുഷഭൂഷണ ദേഹിദാസ്യം. ഭാവങ്ങളൊക്കെ ശൃംഗാരഭാവങ്ങളാണ്. എന്തുകൊണ്ട് ശൃംഗാരഭാവം എന്ന് വെച്ചാൽ ശൃംഗാരമാണ് മനുഷ്യന്റെ ഉള്ളിൽ ഏറ്റവും ആഴത്തിൽ കിടക്കുന്ന രസം. ആ രസം അത്രയധികം തീവ്രമായ ഭാവം ഭഗവാന്റെ അടുത്ത് വരികയാണെങ്കിൽ ഈ ജീവൻ എത്ര പെട്ടെന്ന് വിമുക്തമാവും. അതുകൊണ്ടാണ് ഈ ഈ മധുരഭാവ ഭക്തിക്ക് ഇത്രയധികം ബലം. മധുരഭാവ ഭക്തിക്ക് എന്തുകൊണ്ട് ബലം എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് പുരുഷനോടുള്ള ഭാവം ജീവൻ ഭഗവാനോട് ചെയ്യാം. പുരുഷനായാലും അതെ, സ്ത്രീ ആയാലും അതെ, എല്ലാവരും സ്ത്രീകളാണ്, കൃഷ്ണൻ മാത്രം പുരുഷൻ. ആ ഭാവം നമ്മളൊക്കെ സ്ത്രീകളാണ്. മീരാദേവി മീരാബായി വൃന്ദാവനത്തിൽ വന്നപ്പോ രൂപഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യൻ രൂപഗോസ്വാമി വൃന്ദാവനത്തിനുണ്ട്. മീരാബായിയെ കാണില്ല എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ സ്ത്രീകളെ കാണുന്നില്ല എന്നൊരു വ്രതം എടുത്തിരിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് മീരാവിനെ കാണാൻ വന്നില്ല. അപ്പോ ശിഷ്യന്റെ അടുത്ത് മീര പറഞ്ഞു, ഞാൻ മേവാറിൽ നിന്ന് മീര വന്നിരിക്കുകയാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് കൃഷ്ണവിഗ്രഹം തന്ന് അനുഗ്രഹിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് ഒന്ന് ചെന്ന് ചോദിക്കൂ, എനിക്കൊരു സംശയമാണ്, ഞാൻ ചോദിക്കുകയാണ്. നമ്മളൊക്കെ സ്ത്രീകളും കൃഷ്ണൻ മാത്രം പുരുഷനുമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ വൃന്ദാവനത്തിൽ ഇപ്പൊ കൃഷ്ണനല്ലാതെ വേറെ ഒരു പുരുഷൻ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഒരു സ്ത്രീക്ക് ഭഗവാനോടുള്ള പുരുഷനോടുള്ള ഭാവം പോലെ ജീവന് ഭഗവാനോടുള്ള ഭാവമാണ് മധുരഭാവ ഭക്തി. പക്ഷെ മധുരഭാവ ഭക്തി അറിയണമെങ്കിൽ വളരെ ചിത്തം പക്വപ്പെടണം. ഈ കഥ പറയണത് ആരാണ്? ശ്രീശുഖബ്രഹ്മ മഹർഷിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം രാസക്രീഡയും രാസോത്സവവും പറയാൻ, അല്ലെങ്കിൽ വെറും തുച്ഛമായ വിഷയമായി പോകും. അപ്പോ ഇവിടെ ഭഗവാനോട് ഗോപസ്ത്രീകൾക്കുള്ള മധുരഭാവ ഭക്തി, ഗോപികകൾ ഭഗവാൻ ഗോപികകളോട് കുറച്ചു നേരം രാസം ചെയ്തു. അഖണ്ഡാനന്ദ സ്വാമി ഇതിന്റെ വ്യുത്പത്തിയൊക്കെ പറയുന്നുണ്ട്. രാസം, ഹാസ്യം, ഹല്ലീസം, ലാസ്യം എന്നുള്ള പദത്തിൽ നിന്നാണ് ഡാൻസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കടക്കം വന്നിരിക്കുന്നത്. നർത്തന പദ്ധതി, ഒരു തരത്തിലുള്ള നർത്തനം. അങ്കനാമങ്കനാമന്തരേ മാധവോ മാധവം മാധവം ചാന്തരേണ അങ്കനാം ഇത്തമാകൽപ്പിതോ മണ്ഡലേ മധ്യക സഞ്ജഗൗ വേണുനാ ദേവകീ നന്ദന. ഒരു മഹാത്മാ കബീറിന്റെ ദോഹ തന്നെയാണോ എന്ന് എനിക്ക് സംശയം. അങ്കനാം അന്തരേ മാധവ മാധവം മാധവം ശാന്തരേണ അങ്കനാം. ഇതിനെ ഹിന്ദി ദോഹയിൽ ആ പാട്ട് എനിക്ക് തോന്നണില്ല. അതിൽ പറയണത് രണ്ട് ഗോപികകൾ, നടുവിൽ കൃഷ്ണൻ. രണ്ട് ഗോപികകൾ നീങ്ങിയാൽ നടുവിൽ കൃഷ്ണൻ. ഇപ്പൊ നമ്മൾ ഗുരുവായൂരില് പുറകെ ക്യൂല് നിൽക്കുകയാണെങ്കിൽ അടുത്തുകൂടെ ഗുരുവായൂരപ്പന്റെ അടുത്തുകൂടെ ആളുകൾ പോകണമെന്ന് വെച്ചാൽ ഒരാൾ പോയി ഒരാൾ വരുന്നു, നടുവിൽ ഗുരുവായൂരപ്പൻ കാണും. പിന്നെ ഒരാൾ പോയി ഒരാൾ വരുന്നു, നടുവിൽ ഗുരുവായൂരപ്പൻ കാണും. അതുപോലെ രണ്ട് ഗോപികകൾ, നടുവിൽ കൃഷ്ണൻ. അതേപോലെ ഈ ഗോപികകൾ ആരാണെന്ന് വെച്ചാൽ ചിത്തത്തിലുണ്ടാവുന്ന വൃത്തികളാണെന്ന്. ഒരു ചിത്തവൃത്തി പോയി അടുത്ത ചിത്തവൃത്തി വരുന്നു, രണ്ട് ചിത്തവൃത്തിക്ക് നടുവിൽ ഒരു നിശ്ചലതയുണ്ട്. ആ നിശ്ചലതയാണ് കൃഷ്ണൻ. ഒരു ചിത്തവൃത്തി പോയി അടുത്ത ചിത്തവൃത്തി വരുന്നു, നടുവിൽ ഒരു നിശ്ചലതയുണ്ട്. അങ്കനാം അന്തരേ മാധവ. ഓരോ ഗോപികയ്ക്കും നടുവിലുള്ള നിശ്ചലത ഭഗവാന്റെ സ്വരൂപമാണ്, ആ അന്തര്യാമിയുടെ സ്വരൂപമാണ്. ആ അന്തര്യാമിയെ ഹൃദയത്തിൽ കണ്ടാലോ, നമ്മളെ ഗോപികയായാലോ, എന്നുവെച്ചാൽ നമ്മളുടെ ചിത്തം പൂർണ്ണമായും ആ നിശ്ചല തത്വത്തിൽ ലയിക്കുകയാണെങ്കിലോ, യസ്തു ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശമാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം. അവിടെ രതി, ഇവിടെ ഗോപികകൾക്ക് കൃഷ്ണനോട് ഉണ്ടാവുന്നത് രതിയാണ്. ആ രതി തന്റെ ഉള്ളിൽ തന്നെ. ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന സസ്വരാട് ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി. ശ്രുതി പറയണത് ഈ രാസോത്സവം ജീവൻ മുക്തനായ പുരുഷന് തന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നു. ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന, ഉള്ളിൽ തന്നെ മൈഥുന്യം, രസം, രതി ഒക്കെ തന്നിൽ തന്നെ തന്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവുന്നു. ബാഹ്യം വേണ്ട. താൻ തന്നെ സ്ത്രീയും പുരുഷനുമായി.
രാമകൃഷ്ണ പരമഹംസർ പറയും, ആ പരാഭക്തിയുടെ മധുരഭാവ ഭക്തിയുടെ ഉന്നത അനുഭവത്തിൽ ഈ ഭക്തൻ തന്നെ സ്ത്രീയും പുരുഷനും ഒക്കെ ആയി, തന്നിൽ തന്നെ തന്റെ ചിത്തം പ്രകൃതി തന്നെ സ്ത്രീയായി, തന്റെ ഉള്ളിൽ സ്വരൂപം തന്നെ പുരുഷനായി, ഇത് തമ്മിലുള്ള രമണം തന്നെ ആത്മരതി. അതിന്റെ ഒരു തുച്ഛമായ രൂപമാണ് ബാഹ്യരതി. ആന്തരമായിട്ടുള്ള ആ രതി ആത്മരതി, ആത്മക്രീഡ, ആത്മമിഥുന, ആത്മാനന്ദ. ഈ ഗോപികകൾക്ക് ആ രാസോത്സവം നടന്നു, രസാനുഭവം. അവരങ്ങോട്ട് രസം അനുഭവിച്ചു, ഭഗവാനോട് രസം അനുഭവിച്ചു. പക്ഷേ അധ്യാത്മ മാർഗത്തിലും അതെ, ആദ്യം കുറച്ചൊക്കെ ആ ഭക്തി പ്രബലമായിട്ട് വരും. കുറച്ച് ഭക്തി വരുമ്പോ ഞാനാണ് ഭക്തൻ തോന്നും. കുറച്ചൊരു സൗഭഗ മതം കണ്ടോ, എനിക്ക് ഭഗവാനെ കിട്ടി, ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയിട്ടില്ല. എന്റെ ഭക്തിക്ക് ഭഗവാൻ വഴങ്ങിത്തന്നു, ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുമ്പോ ഭഗവാൻ പിൻവലിയും. അപ്പൊ നമ്മളുടെ അതാണ് പലർക്കും ഇടയ്ക്ക് ഇങ്ങനെ എവിടെയോ ഉയർന്നു പോയ പോലെ ഒരു അനുഭവം ഉണ്ടാവും. അത് ചോട്ടല്, പിന്നെ കരയും, അയ്യോ പോയല്ലോ കരയും. അതേപോലെ ഗോപികകൾക്ക് സൗഭഗമതം അല്പം വന്നു എന്നാണ്. ഒരു സൗഭഗമതം വന്നു, കണ്ണൻ അവരെ വിട്ടുമറിഞ്ഞു. ഗോപികകൾ സർവത്ര അന്വേഷിച്ച് കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് നടന്നു. നോക്കുമ്പോ ആ യമുനാ പുളിനങ്ങളിൽ മറ്റൊരു ഗോപികയുടെ കാലടിപ്പാടുകൾ കൂടെ കാണുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ കണ്ണന്റെ കാലടിപ്പാടുകൾ മാത്രം. ആ ഗോപികയെ ഭഗവാൻ തന്നിൽ വഹിച്ചുകൊണ്ടുപോയതാണ്. അവൾ എന്തു ഭാഗ്യം ചെയ്തു. അനയാ ആരാധിതോനൂനം ഭഗവാൻ ഹരിരീശ്വര. അന്വേഷിച്ചു ചെന്ന അവിടെ ആ ഗോപികയെ ഇരുന്ന് കരയുണ്ട്. നമ്മളെക്കാളും മുമ്പിൽ പോയവരുണ്ടാവും, അവിടെ അവരും നിൽക്കണം. അവിടെ ചെന്നു ഹാനാഥ രമണപ്രേഷ്ഠ ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. എല്ലാ ഗോപികകളും കൂടെ ഭഗവാനെ വിളിച്ച് കരഞ്ഞു. ജയതി തേധികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹീ ദൈതദൃശ്യതാം ദിക്ഷു താവകാഃ ത്വയി ധൃതാസവഃ ത്വാം വിചിൻവതേ. ഞങ്ങളെ പ്രാണൻ ധരിച്ചിരിക്കുന്നത് ഹേ പ്രഭു, കൃഷ്ണൻ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ദർശനം തരും, കൃഷ്ണാനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞ പ്രാണധാരണം തന്നെ അസുപതേ എന്നും വൃത്രൻ വിളിച്ച പോലെ ത്വയി ധൃത അസവഹ ത്വാം വിചിൻവതേ. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുന്നു. പതി സുതാന്വയ ഭ്രാതൃബാന്ധവാന് അതിവിലംഘ്യത്തെ അന്തി അച്യുത ആഗതാ. അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും ഗതിയില്ല. തവ കഥാമൃതം കൃഷ്ണ തപ്തജീവനം കവിഭിരീഡിതം കൽമശാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭൂരിതാ ജനാഃ. അവിടുന്ന് വെറും ഗോപികാനന്ദനാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക്. ഗോപികകൾ ഇങ്ങനെ വിളിച്ചു കരഞ്ഞു. ഇതി ഗോപ്യഃ പ്രകായന്ത്യഃ പ്രലപന്ത്യശ്ച ചിത്രധാം. ഭക്തി ഉന്മാദം പിടിക്കുന്ന സ്ഥിതിയിൽ വരണം. ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതി ജന്മകർമാണി ഭൂയഃ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യധാസ കദാചിത് കുഹചിദപി രുദന് ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യൻ ഐ കുരുകരുണാം ലോകബാഹ്യശ്ചരേയം. ഉന്മാദം പിടിച്ചാൾ. നമുക്ക് ഭക്തി അല്പം പുരോഗമിക്കുന്നുണ്ട് എന്നൊരു ലക്ഷണം എന്താന്ന് വെച്ചാൽ നമ്മളെ കണ്ട ആരെങ്കിലുമൊക്കെ ഇത്തിരി കിറുക്കാണെന്ന് പറഞ്ഞാൽ സന്തോഷം. ഭക്തൻ എന്ന് വെച്ചാൽ പേടിക്കണം. ഇയാൾക്ക് കിറുക്കാണെന്ന് വെച്ചാൽ നമ്മൾ ആ മാർഗത്തിൽ പോകുന്നുണ്ട് എന്നർത്ഥം. ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നർത്ഥം. ലോകത്തിൽ എങ്ങനെയാ? രാമകൃഷ്ണ പരമഹംസരെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, ആർക്കാ ഇപ്പൊ ഭ്രാന്തില്ലാത്തത്? ചിലർക്ക് പണം കിട്ടണമെന്ന് ഭ്രാന്ത്, ചിലർക്ക് കല്യാണം കഴിക്കണമെന്ന് ഭ്രാന്ത്, ചിലർക്ക് പേരും പ്രസിദ്ധിയും കിട്ടില്ല എന്ന് പറഞ്ഞു ഭ്രാന്ത്. എനിക്കിപ്പോ ഭഗവാനോട് ഭ്രാന്ത് അത്രയേ ഉള്ളൂ. ഇപ്പൊ ഭ്രാന്ത് പിടിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ നിത്യമായ വസ്തുവിനോട് ഭ്രാന്ത് പിടിക്കട്ടെ. If sinking is the fate of man, then it is better to sink in pool of milk than to sink in pool of dung. വിവേകാനന്ദ സ്വാമികളുടെ വാക്കാണ്. മുങ്ങണമെന്ന് വെച്ചാൽ ക്ഷീരാബ്ദിയിൽ മുങ്ങാലോ, ഈ ചാണകക്കുഴിയിൽ പോയി മുങ്ങണമെന്ന്. അപ്പൊ ഭ്രാന്ത് പിടിക്കണമെങ്കിൽ പൈത്തിയം പற்றி பயனറും എനക്കുൻ പദമുറും അരുമരുന്ത് അരുൾവായ്.
பைத்தியம் பற்றி பயனரும் எனக்கு அதுக்கு பலன் கிடைக்காம நான் இருக்கேனே, எனக்கு உன்னோட பதமுறும் அருமருந்து அருள்வாய். என்னோட பைத்தியம் போகணுமானா உன்னோட பதம் தான் எனக்கு கிடைக்கணும், உன்னோட ஸ்வரூப ஞானத்தை எனக்கு கொடு. அந்த பகவானுக்கு நந்தனார் சரித்திரத்துல இருக்கிற பாகம் மாதிரி தான் கோபிகைகள் பாட்டு. பித்தம் தெளிய மருந்தொன்று இருக்குது. அதுல அவ சொல்றா, பார்வதி போய் இப்பவே பாதி எடுத்துட்டாச்சு, பார்வதி எனும் சீமாட்டி அதை பாதியை தின்றதுண்டு, இன்னும் பாதி இருக்குது, வேகம் போகலைன்னா அதை யாராவது எடுத்துட்டு போறா. கோபிகைகளுக்கு ஏற்கனவே ஒரு கோபிகை எடுத்துட்டு போயிட்டா எனக்கு கிடைக்காதா? இதி கோப்யா பிரகாயந்தியா பிரலபந்தியஸ்ச சித்ரதா ருருது சுஸ்வரம் ராஜன். உறக்க நிலவிழிச்சு வைக்கிறேன். ருருது சுஸ்வரம் ராஜன் കൃഷ്ണ ദർശന ലാലസാ. എത്ര പേര് ഭഗവാന് വേണ്ടി കരയണുണ്ട്? രാമകൃഷ്ണദേവന്റെ ചോദ്യമാണ്. ലോകത്തിൽ എല്ലാത്തിനും വേണ്ടി കണ്ണീര് വിടുന്നു, ഭഗവാനെ കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ണീര് വരുന്നുണ്ടോ? വാസ്തവത്തിൽ വെറുതെ കണ്ണുകൊണ്ട് കണ്ണീര് വിട്ടാ പോരാ, ഹൃദയത്തിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടോ? ഈശ്വര ദർശനത്തിനായിട്ടുള്ള പെടച്ചലുണ്ടാവുന്നുണ്ടോ? ആ പെടച്ചലുണ്ടെങ്കിൽ താസാം ആവിരഭൂത് ശൗരി സ്മയമാന മുഖാംബുജ പീതാംബരധരസ്രഗ്വി സാക്ഷാൽ മന്മഥ. കോടി മന്മഥ ലാവണ്യനായിട്ട് ഭഗവാൻ ഗോപസ്ത്രീകളുടെ മുമ്പിൽ ആവിർഭവിച്ചു. അങ്ങനെ രാസോത്സവം നടന്നു, രസാനുഭവം നടന്നു. എങ്ങനെ ഭഗവാൻ ഇവരുടെ കൂടെ കളിച്ചു എന്ന് വെച്ചാൽ, ഒരു കൊച്ചുകുട്ടി ധാരാളം കണ്ണാടികൾ മുമ്പിൽ വെച്ച് പ്രതിബിംബം കണ്ട് കളിക്കുന്ന പോലെ, യഥാ അർഭക സ്വപ്രതിബിംബ വിഭ്രമ. ഒരു കൊച്ചുകുട്ടി തന്റെ മുമ്പിൽ പ്രതിബിംബം കാണുന്ന പോലെ അങ്ങനെ രാസക്രീഡ. ഇപ്പൊ ഇവിടെ നമുക്ക് അനേകം ഭാഗവതക്കാരന്മാരിവിടെ നമ്മുടെ സപ്താഹത്തിന്റെ നടുവിൽ ഇവിടെ വന്ന് നമ്മളെ അനുഗ്രഹിച്ചു. ഇവിടെ ഇപ്പോ പ്രായം കൊണ്ട് വളരെ ചെറുപ്പമാണെങ്കിലും ഭാഗവതത്തില് നല്ല അവഗാഹമുള്ള ഒരാചാര്യൻ ശ്രീ തത്തനപ്പള്ളി കൃഷ്ണയ്യർ ഇവിടെ വന്നിട്ടുണ്ട്. ഭാഗവതം ഇപ്പൊ നമ്മളൊരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സമയവും ഇപ്പോൾ വളരെ വൈകിയിരിക്കുന്നു. ഒരു കുറച്ചു നേരം അദ്ദേഹം നമുക്ക് ഭാഗവത ധർമ്മത്തിനെ കുറിച്ച് ജനറലായിട്ട് അദ്ദേഹം ഒന്ന് കുറച്ച് വാക്കുകൾ പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷ്യഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പന്റെ അതിമനോഹരമായ ലീലകളാണ് നമ്മൾ കേട്ടുവരുന്നത്. ഭാഗവത കഥകളിൽ വളരെ പ്രാധാന്യവും രസവും ഒക്കെ നിറഞ്ഞതാണ് ദശമസ്കന്ധ കഥകൾ. ചിത്തവൃത്തി നിരോധം എന്നിങ്ങനെ ദശമസ്കന്ധ കഥകൾക്കൊരു ലക്ഷണം കൽപ്പിച്ചിരിക്കുന്നു. ചിത്തവൃത്തികളെ അടക്കി നിർത്തുക, മനസ്സിന്റെ വികാര വിചാരങ്ങൾ, അതിനെയാണ് ചിത്തവൃത്തികളെന്ന് പറയുക. രാമകൃഷ്ണ പരമഹംസര് മനസ്സിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. കുട്ടിക്കുരങ്ങന്റെ പോലെ എന്നാണ്. വലിയ വലിയ കുരങ്ങന്മാര് ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ട് കുട്ടിക്കുരങ്ങന്മാരും ചാടും. വലിയ കുരങ്ങന്മാർക്ക് ചാടിയാൽ എത്തും, അടുത്ത ജില്ലയിൽ പിടിക്കും, അത് ആ മരത്തിലേക്ക് കയറിപ്പോവും. കുട്ടിക്കുരങ്ങന്മാർ ചാടും, എത്തില്ല, താഴെ വീഴും. താഴെ വീണു. എന്നാൽ ഏത് മരത്തിലേക്കാണോ കയറേണ്ടത് അതിലേക്ക് കയറുക, അത് തോന്നില്ല. ഏത് മരത്തിൽ നിന്നാണോ ചാടിയത് അതിലേക്ക് തിരിച്ചു കയറും. എന്നിട്ട് വീണ്ടും ചാടും. കുറച്ചു കഴിഞ്ഞാൽ അത് വലുതാവുമല്ലോ. അങ്ങനെ വലുതായിട്ട് ഒരിക്കൽ ചാടി എത്തി പിടിക്കുമ്പോൾ അതിനൊരു സന്തോഷം. ഇങ്ങനെയാണ് ഈ കുട്ടിക്കുരങ്ങന്റെ ഒരു സ്വഭാവം. അതേപോലെയാണ് മനസ്സ്.
പിടിച്ചു നിർത്തിയാൽ അതവിടെ നിൽക്കില്ല. മനസ്സിനനുസരിച്ച് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. മനസ്സിന്റെ പിന്നാലെ ഇന്ദ്രിയങ്ങൾ പോവും. അതല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ പിടിച്ചു കൊണ്ടുപോകും. ഇനി ഇന്ദ്രിയങ്ങളുടെ സഹായമൊന്നും ഇല്ലെങ്കിലും മനസ്സ് അതിന്റെ വഴിക്ക് പോവും. മനസ്സങ്ങനെ പൊക്കോട്ടെ എന്ന് പറയുകയാണ്. അതിനെ പിടിച്ചു നിർത്താൻ നോക്കിയാൽ ആ കുഴപ്പം. പിന്നെ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇവരാടിവ ഭിന്ന സേതുഹു എന്നിങ്ങനെ ഗോപികമാര് ഭഗവാന്റെ അടുത്തേക്കുള്ള ഒരു വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. അണകെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള വെള്ളം അത് നിൽക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നെങ്കിലും ഒരിക്കൽ അണക്കെട്ട് പൊട്ടിയാൽ ഏത് കെട്ടാണോ ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തിയത് അതുപോലും പിന്നെ ആ വെള്ളത്തിന് മുമ്പിലൊരു തടസ്സമല്ല, അതിനെയും ഒഴുക്കിക്കൊണ്ട് ഈ വെള്ളം വരും. ഇങ്ങനെ ഗോപികമാരുടെ പ്രവാഹമുണ്ടായിരുന്നു ഭഗവാന്റെ അടുത്തേക്ക്. അതേപോലെയാണ് ഒരു നിലയ്ക്ക് മനസ്സിന്റെ ആഗ്രഹങ്ങളും. ഓരോ ആഗ്രഹങ്ങൾ വന്നാൽ അതിനെ ഒഴിവാക്കിക്കൊള്ളുക. രണ്ട് രീതിയിൽ ഒഴിവാക്കാം. ഒന്ന് ചിന്തിച്ചിട്ട്, മറ്റൊന്ന് അനുഭവിച്ചിട്ട്. ചിന്തിച്ചൊഴിവാക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുക. ഒരാഗ്രഹം ഒഴിച്ച് ബാക്കിയൊക്കെ ചീത്തയാണ്. ഭഗവാനെ കിട്ടണം, അതാണ് ആഗ്രഹമെങ്കിൽ അത് നല്ലതാവും. അതൊഴിച്ച് ബാക്കിയൊക്കെ കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതൊക്കെ ചീത്തയാവും. അതെവിടെയെങ്കിലും ചെന്ന് നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും. ഇത് കാണാൻ സാധിക്കണം. അനുഭവിച്ച് ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ കുഴപ്പത്തിലാണ് കൊണ്ടുപോയി എത്തിക്കുക. ചിന്തിച്ച് അതിന് അപ്പപ്പോ ഒഴിവാക്കി വിടാം. ഇല്ലെങ്കിൽ വേഗം നേടിയെടുത്തോളുക. ഇപ്പൊ മനസ്സിലാവും ഇത് അപകടമാണെന്ന്. അപ്പൊ അതിനെ അവിടെ വെച്ച് ഉപേക്ഷിക്കാം. അതല്ലാതെ ഒതുക്കി വെച്ചാൽ പിന്നൊരിക്കലും ഈ മനസ്സിലെ ആഗ്രഹങ്ങൾ പുറത്തു വരാനിടയായാൽ പിന്നത് വലിയ അപകടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. ചിലവര് കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിക്കണതൊക്കെ കണ്ടാൽ വേറെ ചിലവർ തീരുമാനിക്കും, ഞാൻ ഇല്ല ഈ പൊല്ലാപ്പിന്. അങ്ങനെ തീരുമാനിച്ച് കല്യാണമൊക്കെ വേണ്ടാന്ന് വിചാരിച്ച് വയസ്സ് 70ആയി, 80ആയി, 85ആയി. ഇപ്പൊ നടക്കാൻ വയ്യ. കല്യാണം കഴിച്ച് ചിലവർ ജീവിക്കണത് കണ്ടിട്ടാണ് ഇത് വേണ്ടാന്ന് വെച്ചത്. ഇപ്പൊ കല്യാണം കഴിച്ചവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അവർ വയ്യാതായി, അവർക്കും വയ്യാണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരാളൊക്കെ ഉണ്ട്. ഇവിടെ 80 വയസ്സ് ഒറ്റത്തടി. ഇപ്പൊ തോന്നിട്ടൊരു കല്യാണം കഴിച്ചാൽ കൊള്ളായിരുന്നു. ഇനി തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ അത് പുറത്തു വരണത് വലിയ കുഴപ്പമായിട്ടാ. ഈ നിലയ്ക്ക് 80 വയസ്സുകാരന് ഈ വയസ്സിൽ തോന്നേണ്ട തോന്നലാണോ ഇപ്പൊ ഇയാൾക്കുള്ളത് എന്നിങ്ങനെ മറ്റുള്ളവരും കൂടി ചോദിച്ചു തുടങ്ങും. ഇങ്ങനെയാണ് ഓരോ ആഗ്രഹങ്ങളാവാം. അത് മനസ്സിന്റെ സ്വഭാവമാണ്. പക്ഷെ അത് ഭഗവാനിലേക്ക് ആയിരിക്കണം. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഒരു പിടപ്പുണ്ടാവണം മനസ്സിനെന്ന് പറയാ. പണ്ടൊരു ശിഷ്യനായിട്ടൊരാള് വിവേകാനന്ദ സ്വാമികളുടെ പിന്നാലെ കൂടി. അയാളുടെ ഉദ്ദേശം ഭഗവാനെ കാണുക എന്നുള്ളതാ. രാമകൃഷ്ണ പരമഹംസരെ വന്ന് തൊട്ടട്ടൊക്കെയാണ് വിവേകാനന്ദ സ്വാമികൾ ഭഗവാനെ കണ്ടത്. അതേപോലെ ദേഹത്തിനൊന്ന് തൊട്ടാ കാണാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് എന്തെങ്കിലും തൊടാൻ പറഞ്ഞാലല്ലേ പോയി തൊടാൻ പറ്റുള്ളൂ. എന്നാലും കാണിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം. കുറച്ചു കാലമായി ഈ പിന്നാലെ നടപ്പ് തുടങ്ങിയിട്ട്. അവസാന ശിഷ്യൻ ഗതി കെട്ട് ചോദിച്ചു, എത്ര കാലായി? ഒന്നുകിൽ ഭഗവാനെ കാണിച്ചു തരില്ല എന്ന് പറയാ, എന്നാ ഞാൻ പൊക്കോളാം. അതല്ലെങ്കിൽ കാണിച്ചു തരിക. വരട്ടെ ഇതും പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ ദിവസമായി. എന്താ അങ്ങയുടെ ഉദ്ദേശം? ഒരു ശിഷ്യൻ ഗുരുനാഥനോട് ചോദിക്കുന്ന ചോദ്യ. അപ്പൊ തന്നെ വിവേകാനന്ദ സ്വാമിക്ക് ഇയാളെ കണ്ടറിയാം, ഒരു വിവേകമില്ല, ആനന്ദം അനുഭവിക്കാനുള്ള യോഗ്യതയായിട്ടില്ല. കുറച്ചു നാളത്തെ തീർത്ഥാടനം കൊണ്ട് ആവും എന്ന് വിചാരിച്ചിട്ടായി കൂടെ കൊണ്ടു നടന്നത്. ഇപ്പോഴും മോഹമൊക്കെയുണ്ട്. നാളെ കാലത്ത് കാണിച്ചു തരാം. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചായി. ഗുരുവായൂരപ്പനെ കാണിച്ചു തരില്ലേ? വിളിച്ചാകുമ്പോ എണീറ്റ് കഴിക്കുക, ഗുരുവായൂരപ്പനെ കാണുള്ള കുളിയൊക്കെ കഴിയട്ടെ എന്നായി. കുളിക്കാൻ പോവാന്ന് പറഞ്ഞ് കുളിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ നദിയിലെ വിവേകാനന്ദ സ്വാമികൾ മുങ്ങി വരണു. ഇയാള് കരയ്ക്ക് നോക്കി നിൽക്കണു. കയറി വന്നപ്പോ വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു, ഗുരുവായൂരപ്പനെ കാണിച്ചു തരില്ലേ? എടോ, ഞാൻ കുളിച്ചാലെന്നല്ല, തന്റെ കുളിയും കൂടി കഴിയട്ടെ. അപ്പൊ അയാൾ ഇറങ്ങി മുങ്ങിയ കൂട്ടത്തില് വിവേകാനന്ദ സ്വാമികൾ ഇറങ്ങി വന്ന് ഇയാളെ കുറച്ചു നേരം മുക്കി പിടിച്ചു. വെള്ളത്തിന് മുക്കി പിടിച്ച അവസാനം ഇനി കഴിയുമെന്ന് ഉറപ്പായപ്പോ പതുക്കെ എടുത്ത് കരയിലേക്കിട്ടപ്പോ ശിഷ്യൻ ആകെ ശ്വാസം മുട്ടി പെടഞ്ഞ് വിവേകാനന്ദ സ്വാമികളോട് ചോദിക്കുക, ഒന്നുകിൽ കാണിച്ചു തരില്ല എന്ന് പറയാ, അതല്ലാണ്ട് വെള്ളത്തിന് മുക്കി കൊല്ലാൻ നോക്കുക. അപ്പൊ വിവേകാനന്ദ സ്വാമികൾ ചോദിച്ചു, വെള്ളത്തിന് മുക്കി പിടിച്ചപ്പോ ഒരു പെടപ്പ് തോന്നിയില്ലേ? പിന്നെ പെടയ്ക്കാണ്ടിരിക്കുവോ? ആ പെടപ്പ് ഉണ്ടാവണം. ആ പെടപ്പ് എപ്പോ ഭഗവാനെ കാണണമെന്ന് പറഞ്ഞ് തനിക്ക് ഉണ്ടായോ അപ്പൊ ഒരാളുടെയും സഹായം ഇല്ലാതെ ഭഗവാൻ മുമ്പിൽ വരും.
അപ്പോഴാണ് അയാൾക്ക് താൻ ഇത്ര കാലം തീർത്ഥാടനം ചെയ്തത് വെറുതെ ആയി എന്ന് മനസ്സിലായി. കാരണം ഈ ഒരു പടപ്പോട് കൂടിയിട്ടൊന്നുമില്ല, എന്തെങ്കിലും കാണാൻ പറ്റും എന്നൊരു ചെറിയൊരു വിശ്വാസം ഇത്രയേ ആയിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോ ആ വിശ്വാസം ഉറച്ചു. വിവേകാനന്ദ സ്വാമിയുടെ ശിഷ്യനായി അദ്ദേഹം ഭഗവാനെ കണ്ടു. ഇങ്ങനെ ഒരു പിടപ്പാണ് ഭഗവാനെ കാണാൻ വേണ്ടി ഉണ്ടാവേണ്ടത്. അതില്ലാതെ കുറെ ആശ്രയിച്ചതുകൊണ്ട് നാമം ജപിക്കണു, ഉപാസനയുണ്ട്, ഭാഗവതം കേൾക്കണു, ഒറ്റ സപ്താഹം വിടാണ്ട് ഞാൻ കാണും. 88ാമത്തെ സപ്താഹ. എന്നിട്ടിപ്പോ എന്തുണ്ടായി ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും അറിയില്ല. ഓരോ സപ്താഹം കഴിഞ്ഞാൽ ഓരോ ആഴ്ച കടപ്പാ ഊണ് കഴിച്ചിട്ട്. ഇങ്ങനെയൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതിനെയൊക്കെ പറ്റുള്ളൂ. അതൊരു സത്യ. ആദ്യം വരണു, സ്വയംവര കല്യാണത്തിന്റെ അന്നാണ് ഹോണെന്ന് അറിയുക. അന്ന് വരും, പിന്നെ അവസാനത്തെ ദിവസം വരും, പിന്നെ കുറേശ്ശെ പിന്നെ 12ാം അധ്യായം കേട്ടാൽ എല്ലാം കേട്ട ഫലം അപ്പൊ അന്ന് വരും. പിന്നെ എന്താണ് നടക്കണതെന്ന് അറിയാൻ ആദ്യത്തെ ദിവസം ഒന്ന് അറ്റൻഡൻസ് വെക്കാൻ വരും. ഇങ്ങനെയൊക്കെയാണ് വരിക. ഇങ്ങനെയൊക്കെ തന്നെയാ നമ്മളും. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഗുരുവായൂർ ദിവസം പുസ്തകം ഉണ്ടെന്ന് കേട്ടാ പറയണത്, അതും വാങ്ങി കൈപ്പിടിക്കും. പിന്നെ കുറേശ്ശെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞാൽ നോട്ട് എഴുതി തുടങ്ങി. ഒക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടൊരു ഇരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെയാ പടിപടിയായിട്ടുള്ള ഒരു കയറ്റമാണത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളും ഭാഗവതത്തിലേക്ക് സമീപിക്കുക. പരീക്ഷത്തിന്റെ പോലെ ഇപ്പോഴും ഭാഗവതം കേൾക്കാറായോ? 88 കേട്ടു. പക്ഷേ കൃത്യമായിട്ട് 8:30 നിർത്തിയില്ലെങ്കിൽ ഇയാൾക്ക് എന്താ കാപ്പി കുടിക്കണമെന്നൊന്നുമില്ലേ എന്നിങ്ങനെ വായനക്കാരനെ ചിത്ത പറഞ്ഞു തുടങ്ങും. അത്രയേ ആയിട്ടുള്ളൂ. ദേഹബോധം എന്നുള്ളത് അതൊഴിവാവാൻ എളുപ്പമല്ല. എപ്പോ ദേഹബോധം ഇല്ലാതാവണോ അപ്പൊ ആത്മബോധം ഉണ്ടാവും. എപ്പോ ആത്മബോധം ഉണ്ടാവണോ അപ്പൊ ദേഹബോധം ഇല്ലാതാവും. രണ്ടും കൂടി ഉണ്ടാവാൻ കുറച്ച് വിഷമാണ്. ആ രീതിയിൽ ഭഗവത് ഉപാസന എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനെ കാണാനുള്ളൊരു മാർഗമാണത്. ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ സഞ്ചരിക്കണം. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പലതും കണ്ടറിയേണ്ടതുണ്ട്. ഭഗവാനിലേക്ക് എത്താനുള്ളതാണ് ജീവിതമെന്ന യാത്രയിലെ ഓരോരോ അനുഭവങ്ങളും. നല്ലത് വന്നാലും ചീത്ത വന്നാലും ഭഗവാനെ ഭജിക്കാറാവുക എന്നുള്ളത് ആദ്യം. ഗോപികമാരാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം. ഗോപീനാം പരമാനന്ദാസീൽ ഗോവിന്ദദർശനേ ക്ഷണം യുഗശതമിവ യാസാം യേന വിനാഭവൽ. ഭഗവാൻ അടുത്തുള്ളപ്പോ ഗോപികമാർക്ക് എന്തെന്നില്ലാത്ത ആനന്ദം അവരനുഭവിക്കണം. എന്നാൽ ഭഗവാൻ ഗോപാലനത്തിന് പോകുമ്പോ ക്ഷണം യുഗശതമിവ, ഒരു നിമിഷം അത് 100 യുഗങ്ങളുടെ ദൈർഘ്യമുള്ളതുപോലെയാണ് അവരുടെ അനുഭവം. ഇങ്ങനെ ഭഗവാൻ അടുത്തുള്ളപ്പോ സന്തോഷം, അകലെയാകുമ്പോ നിമിഷങ്ങൾ എണ്ണി കഴിയുന്ന ഒരു പിടപ്പ് അതാ ഗോപികമാരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഗോപികമാരുടെ ഉയർന്നു വരുന്ന ഭക്തി കണ്ടിട്ടാണ് ഇനി നാരദൻ എഴുതി വയ്ക്കിയ ഭക്തി സൂത്രത്തിൽ യഥാ വ്രജവല്ലവീനാം. ഭക്തിക്ക് ഉദാഹരിക്കാൻ വേറെ ആരുമില്ല, ഈ ഗോപികമാര് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ നാരദൻ ഈ ലോകത്തിൽ എത്രയോ ഭക്തന്മാരുണ്ടായിട്ടും അവ്രതാഹ അദപ്ത തപസഹ, ഒരു വ്രതവും അനുഷ്ഠിക്കാത്ത, ഒരു തരത്തിലുള്ളതായ തപസ്സും ചെയ്യാത്ത ഗോപികമാരുടെ പേര് ഭക്തിയുടെ ഉദാഹരണമായിട്ട് എഴുതി വെച്ചുവെങ്കിൽ അവരുടെ ഭക്തിയുടെ നിറവാണ് അതിന് കാരണം. പ്രാർത്ഥനയിലൂടെ ഗോപികമാര് ഭഗവാനെ സ്വന്തമാക്കണം. ലീലയിലൂടെയൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഒരു ഗോപികയാവാനെങ്കിലും മോഹിക്കുക. എന്തൊക്കെയോ മോഹമുള്ളവരാണല്ലോ നമ്മളൊക്കെ. പക്ഷെ ആ മോഹങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ വല്ല മോഹങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഒരു ഗോപികയാവണമെന്ന് കുറച്ച് ഭക്തി ഉണ്ടാവണം, നാമം ജപിക്കാൻ സാധിക്കണം, ഇതൊന്നും മോഹിക്കാൻ തോന്നാറേ ഇല്ല. എന്നാൽ ഗോപികമാരോ വെണ്ണ വിൽക്കുന്നതിന് പകരം പാല് വിൽക്കുന്നതിന് പകരം, ആ സമയത്ത് വെണ്ണ വേണോ പാല് വേണോ എന്ന് ചോദിക്കുന്നതിന് പകരം രാമനെ വേണോ കൃഷ്ണനെ വേണോ എന്ന് ചോദിച്ച് നടന്നു. അതിന്റെ പേരിൽ ഗോപികമാർക്ക് കൃഷ്ണൻ സ്വന്തമായി. ഇങ്ങനെ ഭഗവാൻ എല്ലാവർക്കും സ്വന്തം. വിശ്വാസത്തിന്റെ കുറവാണ് ഭഗവാനെ കിട്ടാൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. ആ വിശ്വാസം എന്നുള്ളത് ഉറയ്ക്കണം. ഏത് രീതിയിൽ വിശ്വാസം ഉറയ്ക്കും? ഇങ്ങനെയൊക്കെ നാമം ജപിച്ച് തുടങ്ങിയാൽ കഷ്ടകാലങ്ങൾ അപ്പ തരും ഭഗവാൻ. എന്തിനായി കഷ്ടകാലം തരണത്? അപ്പോഴേ നാമം ജപിക്കുള്ളൂ. അതിനെ കുന്തിദേവിയുടെ ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതി കുന്തിദേവിയുടെയാ. അവിടെ തന്നെ കുന്തിദേവി പറയുന്നു, വിവദസ്സന്തു നശ്വൽ തത്ര ജഗദ്ഗുരോ. ആപത്തുകള് ഇടയ്ക്കിടയ്ക്ക് തരണം. ഇടയ്ക്കിടയ്ക്ക് തന്നാ പോരാ, അടിക്കടിക്ക് തരണം. ഒന്ന് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ അടുത്ത ആപത്തുണ്ടാവണം. എന്തുകൊണ്ട്? ആപത്ത് വന്നാൽ ഉള്ളു തട്ടി കൃഷ്ണ എന്ന് വിളിക്കും. അപ്പോഴാണ് നമ്മൾ വിളിക്കുക എന്റെ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞ്. ആ ആപത്തുകൾ തീരും അതോടുകൂടി. തീർന്നാലോ പിന്നെ സമ്പത്ത് വന്നാൽ അമ്പട ഞാനേ എന്നും പറഞ്ഞിട്ടുള്ളൊരു നിൽപ്പ.
പിന്നെ ഒരു ചോദ്യം, ഭഗവാനെ ആശ്രയിക്കുന്ന കാര്യത്തിലേക്ക് എത്തുമ്പോ എന്നെ കൊണ്ട് കൂട്ടിയിട്ട് പറ്റാണ്ട് വേണ്ടേ? എന്നിട്ടാവാം. ഭഗവാന്റെ ചെറിയൊരു സഹായം കൂടി ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ അവിടെ അവസാനിപ്പിച്ചോളാം. ഈ സഹായം കൂടി ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നത് തന്നെ ഭഗവാനാ. അതുപോലും ചിന്തിക്കില്ല. ഒക്കെ ഞാനാണെന്നുള്ള അഹങ്കാരം അത് തന്നെ താനെ തോന്നും. ആ തോന്നലില്ലാതിരിക്കാനാണ് കഷ്ടകാലത്തെ ഭഗവാൻ ആദ്യം കൊണ്ടുവന്ന് തരിക. അപ്പൊ വീണ്ടും 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 ഭജിക്കും. ഭജനത്തിന്റെ രസം അറിയും. അത് കഴിഞ്ഞാലോ പിന്നെ നല്ല കാലം തന്നാലും ഭഗവാനെ മറക്കില്ല. ഭഗവാൻ തന്ന പ്രസാദമാണ് ഇതെന്ന് മനസ്സിലാവും. ആ പ്രസാദ ഭാവനയിലേക്ക് എത്താൻ വേണ്ടി ഭഗവാൻ ഓരോ തരത്തിലുള്ള കഷ്ടകാലങ്ങളും തരും. സമ്പത്തുകളെ ചോദിക്കാനാണ് നമുക്ക് മോഹം. പക്ഷെ ആ സമ്പത്തുകളെ ചോദിച്ച് ഭഗവാന്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് കിട്ടാറുണ്ടോ? ഓരോന്ന് ചോദിക്കാതെ നടക്കുന്നവർക്ക് കിട്ടണം. നാമം ജപിക്കാതെ നടക്കുന്നവനും എല്ലാ ഈശ്വര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മളെല്ലാ സപ്താഹത്തിനും പോകുന്നുണ്ട്. കഷ്ടകാലത്തിന് ഒരു കുറവുമില്ല. അപ്പൊ നമ്മൾക്കൊരു ചോദ്യമുണ്ട് ഗുരുവായൂരപ്പനോട്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നാമം ജപിക്കാതെ കുറവാണോ? വഴിപാട് കഴിക്കാതെ കുറവാണോ? ഉള്ള കഷ്ടകാലത്തെ ഇങ്ങനെ പാവങ്ങളെ മുഴുവൻ കഷ്ടകാലമായിട്ട് തന്ന് തീർക്കുകയാണ് ഭഗവാൻ. അത് മനസ്സിലാവില്ല. എന്നിട്ട് പരാതി പറയാൻ ചെല്ലും ഭഗവാനോട്. എന്താ അത്ര വിശ്വാസക്കുറവ് എന്നാണ് ചോദ്യം. സുഖങ്ങള് അത് കിട്ടാത്തതിനാണല്ലോ ഈ സങ്കടം. ദുഃഖങ്ങള് നിങ്ങൾ ആരും ചോദിച്ചതാണോ? ഇത് വൈകുന്നേരം വീട്ടിലെത്തുമ്പോ എന്തെങ്കിലും ഒരു കഷ്ടകാലം അവിടെ ഉണ്ടാവണേ. ആരെയും പ്രാർത്ഥിക്കാതെ പോകുന്നുണ്ട്. പക്ഷെ കഷ്ടകാലങ്ങളില്ലാത്ത കുറവുണ്ടോ? ചോദിക്കാതെ ചിലത് വരണു. വെളിച്ചാവുമ്പോ പേപ്പർ വായിക്കുമ്പോ അയ്യോ എന്ന് പറയാനേ നേരുള്ളൂ. ഈ നിലയ്ക്ക് ഓരോന്ന് ചോദിക്കാതെ ഭഗവാൻ കൊണ്ടുവന്ന് ദുഃഖങ്ങൾ തരണുവെങ്കിൽ സുഖം ഗുരുവായൂരപ്പൻ ചോദിക്കാതെ തരും എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് വിശ്വാസം വരണില്ല? ആ വിശ്വാസക്കുറവാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സുഖങ്ങളും കിട്ടാത്തത്. പരമാനന്ദ സുഖം എന്നുള്ള നിലയ്ക്കുള്ള ഗുരുവായൂരപ്പനെയും ഇതുവരെ കിട്ടാത്തത്. സുഖം എവിടെയും തേടുന്നതിന് കുറവൊന്നുമില്ല. വിളിച്ചായാൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നുണ്ട്. എന്തിനായി അധ്വാനിക്കണേ? സമ്പാദിക്കാനാ. എന്നിട്ട് എന്തിനാ? സുഖമായിട്ട് ജീവിക്കാലോ. ഇത് പറയണതിന് ഒരു കുറവില്ല. വെളിച്ചായിട്ട് ചുരുക്കത്തിൽ ജോലിക്ക് പോണത് എന്തിനാന്ന് ചോദിച്ചാൽ സുഖാവാൻ. വൈകുന്നേരം ആകെ അവശനായിട്ട് തിരിച്ചു വരും. എന്തു പറ്റി? ഒരു സുഖമില്ല. പിറ്റേ ദിവസം ഈ പറഞ്ഞ ആൾ തന്നെ ജോലിക്ക് പോകും. വൈകുന്നേരം ആയാൽ എന്തു പറ്റി? ഒരു സുഖമില്ല. ഇങ്ങനെ ഒരു സുഖമില്ല എന്ന് പറയണ കുറെ ദിവസങ്ങൾ കഴിഞ്ഞാൽ വലിയൊരു സുഖമില്ലായ്മ ഉണ്ടാവുന്നല്ലാതെ വലിയൊരു സുഖമൊന്നും ഉണ്ടാവാൻ പോലില്ല. പിന്നെ ഒരു തിരിഞ്ഞു നോക്കല്, എത്ര കാലം കഷ്ടപ്പെട്ടു, എന്നിട്ടിപ്പോ എന്തുണ്ടായി? അല്ലാതെ ഒന്നും നേടിയതായിട്ട് കാണില്ല. എന്നാൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിഞ്ഞാൻ പുറപ്പെടുമ്പോഴാണ് അപ്പോഴേ ഒരു സുഖല്യായൊക്കെ തോന്നുള്ളൂ. ഒരു സുഖല്യായൊക്കെ ഉണ്ട് അതിന്. സാധാരണ 8 മണിക്കായി എണീക്കിയാച്ചാൽ സപ്താഹമൊക്കെ ആകുമ്പോ 6 മണിക്ക് എണീക്കണേ. ഇപ്പൊ 2 മണിക്കൂർ നേരത്തെ ഉറക്കം പോകും. ഒരു സുഖല്യായ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മഴ, ഈ വക പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഒരു ടെൻഷൻ ഒഴിയണില്ല. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട്. AC ഉണ്ട്. ഇതൊന്നും പോരാതെ എന്നാലും ചൂടിന് കുറവില്ല. ആ ചൂട് ഉള്ളെന്ന് പറയണതാ. നിർത്തിയിട്ട് വേണല്ലോ പോവാൻ. ഇങ്ങനെയുള്ളൊരു പെടപ്പ് അതുണ്ട് ലൗകികമായ ചിന്തകളെ വിചാരിക്കുമ്പോ. അതേ പെടപ്പ് ചിലപ്പോ അവിടെ പോയിരിക്കുമ്പോഴും ഉണ്ടാവും. വെളിച്ചായിട്ട് വേണല്ലോ സപ്താഹത്തിന് പോവാൻ. ആ പെടപ്പാണ് ഉണ്ടാവേണ്ടത്. സ്വതേ സപ്താഹമൊക്കെ കഴിയുമ്പോഴേക്കും 2 തരത്തിൽ തോന്നലുണ്ട്, കഴിഞ്ഞുവല്ലോ എന്ന്. 2 തരത്തിലാ തോന്നുക. അതില് ഒരു തരത്തിലുള്ളത് വളരെ നല്ലതാ. കഴിഞ്ഞുവല്ലോ സപ്താഹം, ഇനി എവിടുന്നാ കേൾക്കാൻ സാധിക്കുക? ആ കഴിഞ്ഞുവല്ലോ എന്നാ തോന്നേണ്ടത്. വേറെ ചിലവർക്ക് തോന്നും, കഴിഞ്ഞുവല്ലോ, ഇനിയിപ്പോ എന്തെങ്കിലും ഇത് കേൾക്കണ്ടു എന്നിങ്ങനെ ഒരു തോന്നലുണ്ടാവണേ. ചിലത് മാറണം. ഭഗവാന്റെ അടുത്തേക്ക് വരാനുള്ളതായ ആ ത്വര, കുതിപ്പ് അതുണ്ടായാൽ, എവിടെയാണ് ഭഗവാൻ എന്ന് അന്വേഷിച്ച ഗോപികമാരുടെ പോലെ ഒരു ഭക്തി ഉണ്ടായാൽ അപ്പൊ ഭഗവാൻ മുമ്പിൽ എത്തിച്ചേരും. ഏത് രീതിയിൽ? ഭഗവാന് സങ്കടം ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനയാണ് ഉണ്ടാവേണ്ടത്. ഗോപികമാരുടെ ഉള്ളിൽ കുറെ കരയുമ്പോ തോന്നുന്നത് കല്ലോ മുള്ളോ കാലിൽ തട്ടി അവരുടെ കാല് വേദനിക്കുന്നുണ്ടോ അതവര് ശ്രദ്ധിക്കണില്ല. കൃഷ്ണന്റെ കാലിൽ കൊണ്ടാലോ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി കൃഷ്ണ ഒളിഞ്ഞു നടക്കുകയല്ലേ. ഈ കാട്ടിൽ എത്ര കല്ലുണ്ട്, മുള്ളുണ്ട്. ഭഗവാന്റെ കാലിൽ കൊണ്ടാൽ അത് കൃഷ്ണനോട് വേദനയാവില്ലേ? കൃഷ്ണനെ വേദനിപ്പിച്ചാൽ പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം? നമ്മളൊക്കെ എത്ര സ്നേഹിക്കണോ കൃഷ്ണനെ. നമുക്ക് വേണ്ടി കൃഷ്ണനൊരു വേദന ഉണ്ടാവരുത് എന്ന് ഗോപികമാർ ചിന്തിക്കുമ്പോഴാണ് കൃഷ്ണൻ മുമ്പിൽ വരിക. ആ രീതിയിൽ ഭഗവാന് വേണ്ടി വേദനിക്കാറാവണം. അതല്ലാതെ നമ്മളുടെ വേദനകൾ പറയലൊക്കെ നമ്മൾ പതിവുള്ളൂ. പിറന്നാളുകൾക്ക് ഓടി ഓടി വരണു, പുഷ്പാഞ്ജലികൾ കഴിക്കണം. എല്ലാവരും ഒരേപോലെ കൊണ്ടാടുന്ന ഒരു ആഘോഷമുണ്ട്, ജന്മാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി. ആ ദിവസം ആരെങ്കിലും പോയിട്ട് ശ്രീകൃഷ്ണൻ അഷ്ടമി രോഹിണി എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും പുഷ്പാഞ്ജലി കഴിക്കാറുണ്ടോ? ഒരാളും പതിവില്ല.
ഭഗവാൻ ഇപ്പൊ പുഷ്പാഞ്ജലി വെച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമുണ്ടായി. അതുകൊണ്ട് നമ്മുടെ പേര് നാളും പിറന്നാളിന് പുഷ്പാഞ്ജലിയായിട്ട് ചെല്ലും. ഗുരുവായൂരപ്പന്റെ പിറന്നാളിന് നമ്മളാരും അന്ന് വേണമെങ്കിൽ നമ്മുടെ പേരിൽ കഴിക്കുന്നല്ലാണ്ട് ഗുരുവായൂരപ്പന്റെ പേരിൽ പുഷ്പാഞ്ജലി ഒന്നും പതിവില്ല. അത്രയ്ക്കൊക്കെ എത്തിയിട്ടുള്ളൂ മനസ്സ്. ഭഗവാന് വേണ്ടിയിട്ടാവണം എല്ലാം. കായേന വാച മനസ്സ ഇന്ദ്രിയൈർവ ബുദ്ധിയ ആത്മനാവ എന്നിങ്ങനെ ഏകാദശ സ്കന്ധത്തിൽ ഇനി കേൾക്കാം. എത്രയൊക്കെ വഴികളുണ്ട് ഇവിടെ ആശ്രയിക്കാൻ. ഇന്ന വഴിയിലൂടെ ആശ്രയിക്കാവൂ എന്ന് പറയണില്ല. ഭാഗവത ധർമ്മം തന്നെ ഏത് വഴിയിലൂടെയും ഭഗവാനെ ആശ്രയിക്കാം എന്നുള്ളതാണ്. ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഇതൊന്നും വയ്യ. വെറുതെ ഇരുന്ന് ചിന്തിക്കാലോ. ബുദ്ധി കൊണ്ട് മതി. എന്തെങ്കിലും എവിടേക്കെങ്കിലൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ മനസ്സ് അതിനെ തിരിച്ചുവിട്ടാൽ മതി. ഏനകേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേൻ. ഏതെങ്കിലും ഒരു വഴിയിലൂടെ മനസ്സിനെ കൃഷ്ണനിലേക്ക് തിരിച്ചുവിടും. ആ ഭഗവാൻ മനസ്സിലേക്ക് കയറി വരും. ഇല്ലെങ്കിൽ മനസ്സ് കൃഷ്ണനിലേക്ക് എത്തും. അതാ നല്ലതെന്ന് പറയുക. മനസ്സിലേക്ക് കൃഷ്ണനെ കൊണ്ടുവരാൻ പുറപ്പെട്ടാൽ മനസ്സ് കയ്യിൽ കിട്ടിയിട്ട് അതിനെ പിടിച്ചു നിർത്തിയിട്ട് വേണമല്ലോ കൃഷ്ണനെ അവിടെ കൊണ്ടിരുത്താൻ. അതിലെളുപ്പം മനസ്സിനെ കൃഷ്ണനിലേക്ക് വിടുക. ആ മനസ്സ് കൃഷ്ണപാദങ്ങളിലേക്ക് എത്തിയാൽ പിന്നെ അതിലേക്ക് ആവശ്യമില്ലാത്തത് വന്ന് കയറില്ല. ഭഗവാൻ പറയുന്നു, ഞാൻ നോക്കിക്കോളാം. ഒരേ ഒരു കാര്യമേ വേണ്ടൂ. തീവ്രേണ ഭക്തിയോഗേന മനോമയി അർപ്പിതം സ്ഥിരം. തീവ്രമായ ഭക്തിയോടുകൂടി മനസ്സിനെ എന്നിലേക്ക് അർപ്പിക്കുക. വല്ലപ്പോഴും പോരാ, സ്ഥിരമായിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ആ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ദുർവികാരങ്ങൾ കയറി വരാതെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ കുറെ ദുർവികാരങ്ങളുണ്ടല്ലോ, അതവിടെ ഇരുന്നോട്ടെ. അത് എന്റെ അടുത്തേക്ക് എത്തുമ്പോ ഏത് വികാരങ്ങൾ ഇറങ്ങിപ്പോണോ അത് പൊക്കോളും. എല്ലാ വികാരവും ഭഗവാനിലേക്ക് തിരിയും. വൈരേണയം നൃപതയ ശിശുപാല പൗണ്ഡസാൽവാദയ. വൈരം എന്ന വികാരം അത്ര നല്ല വികാരമൊന്നുമല്ല. ഭയം എന്നുള്ളത് അത്ര നല്ല വികാരമൊന്നുമല്ല. ദേഷ്യം എന്നുള്ളത് അത്ര വലിയ നല്ല വികാരമൊന്നുമല്ല. ആരും കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ടെന്നൊന്നും പറയില്ല. നല്ല രസമായിട്ട് ദേഷ്യപ്പെടുന്നു കേട്ടോ അയാള്, ഇങ്ങനെ ആരെങ്കിലും പറയൂ. പക്ഷെ നവരസങ്ങളിൽ ദേഷ്യം എന്നുള്ളതൊരു വികാരമാണല്ലോ. ഒരു രസമായിട്ട് അത് അവതരിപ്പിക്കണമല്ലോ. എന്തുകൊണ്ട്? അത് രസമാവും ഭഗവാനിലേക്ക് തിരിയുമ്പോ. അതുകൊണ്ടാണല്ലോ ശിശുപാലന്റെ കഥയൊക്കെ നമ്മൾ രസമായിട്ട് കേട്ടിരിക്കുന്നത്. ദ്വേഷം എന്ന ഭക്തി ശിശുപാലനെ ഭഗവാനിലേക്ക് എത്തിച്ചു. ഭഗവാനിലേക്ക് ആകുമ്പോ ഏത് വികാരത്തിനും ഒരു രസമുണ്ട്. ഭക്തി ഏതൊരു തരത്തിലും ആവാം. ഭയമെന്ന ഭക്തി കംസനെ ഭഗവാനിലേക്ക് എത്തിക്കണം. കംസവധം നമ്മൾ രസമായിട്ട് കേട്ടിരിക്കണം. ഈ രീതിയിൽ ഭക്തിയോട് കൂടിയിട്ടാവുമ്പോഴേ എന്തിനും രസമുണ്ടാവുള്ളൂ. ആ രസം എന്നുള്ളത് അനുഭവിക്കാൻ ഭഗവാൻ തന്നെ നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് സപ്താഹവേദിയിലൂടെ, പ്രത്യേകിച്ച് ദശമസ്കന്ധ കഥകളിലൂടെ. 90 അധ്യായങ്ങൾ കഴിയുമ്പോഴേക്കും ശ്രീശുകൻ പറയും, ഈ കഥകളെ കേട്ടോളൂ. ഈ കഥകൾ പാടാൻ വേണ്ടി എത്രയോ പേര് എല്ലാം വിട്ടെറിഞ്ഞ് യാത്രയായിട്ടുണ്ട്. ശ്രീമൽ കഥ മുകുന്ദ ശ്രീമൽ കഥ ശ്രവണ കീർത്തന ചിന്തയൈതി തദ്ധാമതുസ്തരകൃതാന്ത ജവാപവർഗം ഗ്രാമാദ്വനം ക്ഷിതിഭുജോഭി യയുർയഥർത്ഥ. കാട്ടിലേക്ക് നാട് വിട്ടു പോയിട്ടുണ്ട് എത്രയോ പേര്. വെറുതെ കാട്ടിലേക്ക് പോവല്ല. മുകുന്ദ ശ്രീമൽ കഥാ ശ്രവണ കീർത്തന ചിന്തയൈതി. മുകുന്ദനായ ഭഗവാന്റെ കഥകളെ കേൾക്കാൻ, ചിന്തിക്കാൻ, പാടാനൊക്കെ വേണ്ടിയിട്ടാണ് യാത്ര. ആര്? ഒരു ഗതിയില്ലാത്തവർക്ക് കാട്ടിലേക്ക് പോവാ. ഒരു നിവൃത്തിയില്ല നാട്ടിൽ ജീവിക്കാൻ, ആ കാട്ടിൽ പോവാ. അങ്ങനെയുള്ളവരല്ല. ക്ഷിതിഭുജോപി. ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാക്കന്മാര് അവർക്കൊരു സുഖസൗകര്യത്തിനും കുറവില്ല. അതൊക്കെ വിട്ടിട്ടാണ് അവർ ആ കാട്ടിലേക്ക് പോണത് നാമം ജപിക്കാൻ. എന്തുകൊണ്ട്? ഇതിനേക്കാൾ രസം കാട്ടിൽ നാമം ജപിക്കുമ്പോ ഉണ്ട്. 2 അക്ഷരമേ ഉള്ളൂ കൃഷ്ണ എന്ന് പറയാൻ. അയ്യോ എന്നല്ല വിളിക്കാൻ അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ട്. അതിനേക്കാളും എളുപ്പമല്ലേ കൃഷ്ണ എന്ന് വിളിക്കാം. എത്രയൊക്കെ സുഖം അനുഭവിക്കാം, കൃഷ്ണാനന്ദം ഉള്ളിൽ അനുഭവിക്കാം. ആ ഒരു പ്രാർത്ഥനയാണ് ഉണ്ടാവേണ്ടത്. എന്നിങ്ങനെ ഇതാ ഭാഗവതത്തിലെ ദശമസ്കന്ധ കഥകളിലൂടെ ശ്രീശുകൻ നമുക്ക് കാണിച്ചു തരണം. ആ രീതിയിൽ ഉണ്ണികൃഷ്ണനായ ഭഗവാൻ നമ്മുടെ ഉള്ളിലും വന്നിരുന്ന് വേണുഗാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കാം. കോമളം കൂജയൻ വേണും ശ്യാമലോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഭഗവാൻ ഭഗവാൻ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിപാനെ പുരമാനീയ വിധിവത് ഉപയേനേ കുരുദ്വഃ ഭഗവാൻ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിപാനെ പുരമാനീയ വിധിവത് ഉപയേനേ കുരുദ്വഃ തഥാ മഹോത്സവോദൃഢം യദുപുര്യം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനം കൃഷ്ണേതുപദോ നൃപ നരാഹാവരക്ഷമുദിരാമവൃക്ഷമുണികുണ്ടരാ പാരിഭക്ഷ ഉപാചക്രുപരയോഷ ചിത്രവാസോ സാവൃഷ്ടിവിദ്യുക്തവിഹേന്ദ്രകേതുവിരും വിചിത്രമാല്യാഭരം അംബരരത്നതോരണൈ ബഭൂ പ്രീത്വജ്യുപകൃത്തമംഗളൈ ആപൂർണകുംഭാരഗുരും ധൂപദീവകൈ സിക്തമാർഗം മതച്ഛുദ്രാഹൂത പൃഷ്ഠഭൂഭുജാം ഗജൈഃ ദ്വാസുപരാമൃഷ്ടരംഭാഭൂഗോമശോഭിതാം കുരുസഞ്ജയകൈകൈ വിദഗ്ധയതുകുന്ദയാം വിദോമൂതിരേ തസ്മിന്നേ സംഭ്രമാതി പരിധാവതം രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തരഃ രാജാനഃ രാജകന്യാശ്ചാവഭൂർവിഷവിസ്മിതാഃ ദ്വാരകായാമഭൂതിരാജന്യേ മഹാമോദപുരോഗസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രീഹസ്പതിം ഭൂദ്രാജൻ അഹാമോദപുരൗരസാം വിണ്യാരമയോപേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം